ഏകദേശം ബ്രഹ്മബാബ അവ്യക്തമായതിനു ശേഷം 1969 മുതൽ 2016 വരെ ദാദിയെ മാധ്യമമാക്കി ബാബ തൻ്റെ ബ്രാഹ്മണ മക്കൾക്ക് ജ്ഞാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അവ്യക്തമായിരിക്കുന്ന പാലന നൽകി വന്നു. ഇപ്പോൾ ദാദിയെ നമ്മൾ മുന്നിൽ കാണുമ്പോൾ ബാബ വരുന്ന സമയത്തുണ്ടാകുന്ന ശബ്ദം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. എന്നാൽ ശരിക്കും ദാദിയുടെ ശബ്ദം, ദാദിയുടെ ആ അവ്യക്തമായിരിക്കുന്ന അഥവാ അലൗകികമായിരിക്കുന്ന ആത്മീയതയുടെ അനുഭവങ്ങൾ നിറഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ പുതിയ കുട്ടികൾ കേട്ടിട്ടുണ്ടാകാൻ വഴിയില്ല. ഇന്ന് യൂട്യൂബിലെല്ലാം ഉണ്ട്. എന്നിരുന്നാലും പലപ്പോഴും നമുക്ക് ആ സമയം കിട്ടാതെ പോകുന്നു, അഥവാ അറിയാതെ പോകുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ക്ലാസ്സുകൾ നമ്മൾ കേൾക്കണമെന്നുള്ള അതിയായ ഒരു ഇച്ഛ മനസ്സിൽ ഉദിച്ചത് കൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ദാദിയുടെ ക്ലാസ് കേൾക്കാമെന്നുള്ള സങ്കല്പം വന്നത്. ഇപ്പോൾ ഗുൽജാർ ദാദി ബാബ സ്നേഹത്തോടെ വിളിച്ച പേരാണ് ദാദി ഗുൽസാർ. അതുപോലെ തന്നെ ഹൃദയത്തെ മോഹിപ്പിച്ച ഹൃദയമോഹിനി എന്നും കൂടി ദാദിക്ക് അലൗകിക നാമം ബാബ തന്നെയാണ് നൽകിയത്. ഗുൽജാർ ദാദിയുടെ ജന്മം 1929 സിന്ധ് ഹൈദരാബാദിലായിരുന്നു. ലൗകിക നാമം ശോഭ എന്നാണ്. അവർ 8 മക്കളിൽ ഏറ്റവും അവസാനത്തെ കുട്ടിയായിരുന്നു ഗുൽജാർ ദാദി. അപ്പൊ അവരുടെ അമ്മയുടെ മനസ്സിൽ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു, 8 മക്കളിൽ ഒരാളെങ്കിലും ആധ്യാത്മിക മാർഗത്തിൽ കൂടി സഞ്ചരിക്കണം. അങ്ങനെയാണ് ബാബയുടെ യജ്ഞത്തിലേക്ക് ദാദി സമർപ്പണമാകുന്നത്. 8ാം വയസ്സിലാണ് ദാദി ബാബയുടേതായി മാറിയത്. ദാദിയുടെ ആ അലൗകികവും ലൗകികമായ കുട്ടിക്കാലം വളരെ ആനന്ദകരവും ലഹരിയുള്ളതുമായിരുന്നു. കാരണം ഈശ്വരന്റെ പുത്രിയായി മാറിയതിൻ്റെ അതിയായ ലഹരിയിലായിരുന്നു ദാദിയുടെ കുട്ടിക്കാല ജീവിതം മുഴുവനും. ആ ദിവസങ്ങളിലൊക്കെ ബാബ സാകാരത്തിൽ വരുമ്പോൾ സത്യുഗത്തെക്കുറിച്ചായിരുന്നു കൂടുതലും വർണ്ണിച്ചിരുന്നത്. അതായത് മാധ്യമ ശരീരമായ ബ്രഹ്മാവിൽ കൂടി ശിവബാബ നൽകി വന്നത് സത്യുഗി കാഴ്ചകളെ കുറിച്ചുള്ള ക്ലാസ്സുകളായിരുന്നു ആ സമയങ്ങളിൽ. അപ്പൊ ദാദി കുട്ടിയായതുകൊണ്ട് തന്നെ ദാദിക്ക് ആ ഒരു പ്രായത്തില് ബാഹ്യമായ ലോകത്തിന്റെ വിദ്യാഭ്യാസമോ അതുപോലെ തന്നെ വേദശാസ്ത്രങ്ങളെ കുറിച്ചുള്ള അറിവൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് കേവലം ബാബയുടെ മുരളിയല്ലാതെ മറ്റൊന്നും തന്നെ അവരുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബാബയോട് അതിയായ ആഴമേറിയ സ്നേഹവും അലൗകിക ആനന്ദവും അന്ന് മുതലേ ഉണ്ടായി. 1940 കാലഘട്ടങ്ങൾ. അപ്പൊ അന്ന് മുതൽ തന്നെ ദാദിയുടെ ട്രാൻസിലേക്ക്, അതായത് ധ്യാനത്തിൽ പോകുന്ന പാർട്ടും ആരംഭിച്ചിരുന്നു. മമ്മ ബാബ പോലും കാണാത്ത കാഴ്ചകൾ, അതായത് സത്യോഗി ദൃശ്യങ്ങൾ ബാബ ആദ്യം സാക്ഷാത്കാരം ചെയ്യിപ്പിച്ചത് ദാദി ഗുൽജാറിനായിരുന്നു. അങ്ങനെ ദാദി പുതിയ ലോകത്തിന്റെ ദൃശ്യങ്ങൾ കാണുകയും സ്വബോധത്തിലേക്ക് വരുമ്പോൾ, അതായത് സാകാര ബോധത്തിലേക്ക് വരുമ്പോൾ അവിടെ നിങ്ങളെ എല്ലാവരെയും ഞാൻ കണ്ടിരുന്നു എന്ന് പറയുമായിരുന്നു. അപ്പോഴത് ബ്രഹ്മബാബയ്ക്കാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും കൂടെയുള്ള മറ്റ് യജ്ഞവത്സർക്ക് അത് വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു. ആ ഒരു പാർട്ടായിരുന്നു 1936 അതുപോലെ 40 കാലഘട്ടങ്ങൾ വരെ നടന്നത്. അതിനുശേഷം നമുക്കറിയാം 1950 ആയപ്പോഴേക്കും എല്ലാവരും തന്നെ മധുബനത്തിലേക്ക്, അതായത് മൗണ്ട് അബുലേക്ക് വരേണ്ടതായി വന്ന സമയങ്ങൾ. അപ്പോഴേക്കും ദാദി വളർന്ന് വലിയ കുട്ടിയായിരുന്നു. ശാരീരികമായും സ്പിരിച്വലി വളരെയധികം പവർഫുള്ളായി മാറിയിരുന്ന സമയം. 1950 ശേഷം ഭാരതത്തില് സേവനത്തിന്റെ ആരംഭം കുറിച്ചു. അങ്ങനെ ദാദിയെ ബാബ പലയിടങ്ങളിലും സർവീസിന് വേണ്ടി അയച്ചിരുന്നു. ദാദി ഏറ്റവും കൂടുതൽ സർവീസ് അർത്ഥം ഉണ്ടായിരുന്നത് ബോംബെയിലും അതുപോലെ ഡൽഹിയില് വളരെയധികം വിസ്താരത്തിലേക്ക് ദാദി തൻ്റെ സേവനത്തെ കൊണ്ടുപോയിരുന്നു. അതായത് ആ ഒരു കാലഘട്ടം 1960 കാലഘട്ടത്തില്
വൈജ്ഞാനികപരമായി ലോകത്തിൽ ഒരുപാട് ഉയർച്ച ഉണ്ടാവുകയും അത് ഈ സേവനത്തിന്റെ കാര്യത്തിൽ വളരെയധികം ഉപയോഗപ്പെടും ആവുകയായിരുന്നു. അന്ന് ടെലിഫോൺ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ബാബ മധുബനത്തിൽ ഇരുന്നു കൊണ്ട് എല്ലാവിധ ഡയറക്ഷൻസും ദാദിമാർക്ക് നൽകിക്കൊണ്ടേയിരുന്നു. ആ സമയത്ത് മമ്മയ്ക്കായിരുന്നു അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം. സർവീസിന്റെ ചാർജ് മുഴുവൻ മമ്മ വഹിച്ചിരുന്നു. ദാദാ ലേഖ്രാജ്, അതായത് ബ്രഹ്മ ബാബയ്ക്ക് മുഴുവൻ മധുബനത്തിന്റെയും മൊത്ത യജ്ഞത്തിന്റെ ഉത്തരവാദിത്വമായിരുന്നു. ദാദി വളരെയധികം നിഷ്കളങ്കയും അതുപോലെ തന്നെ വളരെ മാധുര്യം നിറഞ്ഞ വാക്കുകളും അൺകണ്ടീഷണൽ ആയിരിക്കുന്ന ബേഹദായിരിക്കുന്ന സ്നേഹവും ദാദിയുടെ ഏറ്റവും വലിയ ആകർഷണമായിരുന്നു. അതുപോലെ 1972 ദാദി പല വിദേശ രാജ്യങ്ങളിലും കൂടി സേവാർത്ഥം പോകാറുണ്ടായിരുന്നു. ഓസ്ട്രേലിയ, ജപ്പാൻ, ന്യൂസിലാൻഡ്, ഫിലിപ്പൈൻസ്, ഹോങ്കോങ്, സിംഗപ്പൂർ, ഇങ്ങനെ പലയിടങ്ങളിലും ദാദി തൻ്റെ സേവനം അനുഷ്ഠിച്ചു. സ്പിരിച്വാലിറ്റിയുടെ കാര്യങ്ങളും ഫിലോസഫി, രാജയോഗ, ആർട്ട് ഓഫ് ലിവിങ്, ഈ തരത്തിലുള്ള സബ്ജക്റ്റിന്റെ ആധാരമാക്കിയിട്ടായിരുന്നു ദാദി അവിടെ ക്ലാസ് നൽകിയിരുന്നത്. ദാദിയിലെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞ വളരെ ക്ലിയർ ആൻഡ് ക്ലാരിറ്റി ഉള്ള തോട്ടായിരുന്നു. സങ്കല്പത്തിന്റെ ശക്തി വളരെയധികം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിയായ അനുഭവത്തിന്റെ സമ്പത്ത് ദാദിയിലുണ്ടായിരുന്നു. അവരുടെ വാക്കുകളിൽ വളരെയധികം സരളത തുളുമ്പിയിരുന്നു. ഈ കാരണം കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് പെട്ടെന്ന് ബാബയുടെ ജ്ഞാനം ഗ്രഹിക്കാനുള്ള കഴിവും അവരിലൂടെ പ്രാപ്തമായിരുന്നു. അങ്ങനെ നമ്മുടെ ദാദിയുടെ പാർട്ട് 2 രീതിയിലുള്ള പാർട്ട്. ഒന്ന്, സ്ഥൂലമായ സർവീസിൽ ബാബയുടെ സഹയോഗിയായിരുന്നു. രണ്ടാമത്തത് ബാബ്ദാദയുടെ രഥമായി ദാദി തൻ്റെ ജീവിതം സമർപ്പിച്ചിരുന്നു. അങ്ങനെ 1969 മുതൽ 2016 വരെ ദാദിയുടെ ശരീരം ബാബയുടെ രഥമായി മാറുകയായിരുന്നു. ഈ അനുഭവങ്ങളെല്ലാം തന്നെ നമുക്ക് വളരെയധികം വിലയേറിയതാണ്. അപ്പൊ ആ ദാദിയുടെ ക്ലാസ് ഇന്ന് നമുക്ക് എല്ലാവർക്കും കേൾക്കാം. നമുക്കറിയാം ദാദി വളരെയധികം മൗനം, അതായത് വളരെയധികം സൈലൻസ്, എല്ലാത്തിൽ നിന്നും ഡിറ്റാച്ച്, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ബാബ എന്നതിൽ മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ ടോപ്പിക് അത് തന്നെയാണ്, റിമെമ്പറിങ് ഗോഡ്. ഇങ്ങനെ ബാബയെ ഓർമ്മിക്കാം. കാരണം ബാബ എപ്പോഴും പറയുന്ന ഒരു പോയിന്റാണ്, സദാ നിരന്തരം ബാബയുടെ ഓർമ്മയിലിരിക്കുക. അപ്പൊ നമുക്ക് കേൾക്കാം ദാദിയുടെ അനുഭവയുക്തമായിരിക്കുന്ന ഈ ഒരു ധാരണ ക്ലാസ്. എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. ഓം ശാന്തി. हम सभी शिव बाबा की നാം എല്ലാവരും ശിവബാബയുടെ याद में ഓർമ്മയിൽ जो भी समय व्यतीत करती है, ബാബയുടെ ഓർമ്മയിൽ എത്രയെല്ലാം സമയമാണോ കഴിച്ചു കൂട്ടുന്നത്, ആ സമയത്തിന്റെ അനുഭവം तो अति न्यारा है ही। അത് വളരെ വ്യത്യസ്തമായതാണ്. क्योंकि परमात्मा കാരണം का परिचय तो आप सबको मिल गया, ആ ബാബയുടെ का പരിചയം परिचय भी എല്ലാവർക്കും मिल ഉണ്ട്. गया और ആത്മാവിന്റെ परमात्मा പരിചയം का परिचय भी मिल गया। मिला ना, सभी को मिला, परमात्मा का परिचय मिल गया। अब है ബാബയുടെ പരിചയം, ആത്മാവിന്റെ किसका പരിചയം നിങ്ങൾക്ക് परिचय എല്ലാവർക്കും मिलता है, കിട്ടിയതാണ്. तो परिचय के आधार से याद करना बहुत सहज होता है। अगर हमको किसका परिचय नहीं है तो उसको हमको याद करना मुश्किल होता है। പരിചയത്തിന്റെ ആധാരത്തിൽ ഓർമ്മിക്കാൻ लेकिन വളരെ अभी എളുപ്പമാണ്. ആരുടെയും പരിചയം ഇല്ലാതെ परमात्मा का ഓർമ്മിക്കാൻ परिचय जब പ്രയാസമാണ്. क्लियर मिल गया ഇപ്പോൾ പരമാത്മാവിന്റെ പരിചയം വളരെ तो വ്യക്തമായി उसको നമുക്ക് याद ലഭിച്ചു. करना बहुत सहज। അതുകൊണ്ട് തന്നെ ബാബയെ ഓർമ്മിക്കാൻ വളരെ സഹജമായി.
क्यों हम परमात्मा को याद करें? എന്തുകൊണ്ടാണ് നമ്മൾ ബാബയെ ഓർമ്മിക്കേണ്ടത്? बिना प्राप्ति के तो किसको याद नहीं किया ഒരു जाता है। നേട്ടമില്ലാതെ ആരെയും നമ്മൾ ഓർമ്മിക്കാറില്ലല്ലോ. तो हम परमात्मा को याद क्यों करते हैं? എന്തിനാണ് നമ്മൾ പരമാത്മാവിനെ ഓർമ്മിക്കുക? क्योंकि हमको पता है കാരണം ഇപ്പോൾ നമുക്കറിയാം, कि परमात्मा से പരമാത്മാവിലൂടെ हमारा संबंध भी है നമ്മുടെ സംബന്ധമുണ്ട്, और प्राप्तियां भी। അതുപോലെ പ്രാപ്തികളുമുണ്ട്. जहाँ संबंध होता है वहाँ भी याद आती है, എവിടെ സംബന്ധമുണ്ടോ और അവിടെ जहाँ प्राप्ति ഓർമ്മയുണ്ടാകും. होती है वहाँ भी याद आती എവിടെ പ്രാപ്തി നേട്ടമുണ്ടോ അവിടെയും है। ഓർമ്മയുണ്ടാകും. लेकिन परमात्मा के साथ എന്നാൽ പരമാത്മാവിനോട് हमारी दोनों ही बातें, നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. संबंध के रीति से देखो സംബന്ധത്തിന്റെ രീതിയിൽ നമ്മൾ तो കാണുകയാണെങ്കിൽ एक ही परमात्मा है ഒരേ ഒരു പരമാത്മാവിലാണ് जिससे हम सर्व संबंध निभा सकते നമ്മൾ हैं। സർവ്വസംബന്ധം വെക്കാൻ പറ്റുന്നത്. कोई भी ऐसा साकार में आत्मा नहीं है അങ്ങനെ സാകാരത്തിൽ ഒരു ആത്മാവും ഉണ്ടാകുന്നില്ല जिससे हम सर्व संबंध निभा सके। ആരോടാണോ നമ്മൾ സർവ്വസംബന്ധം വെക്കാൻ പറ്റുന്നത്. अगर हमारा पति है ഒരു പക്ഷെ നമ്മുടെ പതിയാണെങ്കിലും तो पति पति ही रहेगा, പതിയോട് പതിയുടെ സംബന്ധം മാത്രമേ വെക്കാൻ भाई പറ്റൂ. नहीं होगा। ഒരിക്കലും സഹോദരനാകാൻ കഴിയില്ല. या कोई और संबंध उससे नहीं होगा। അതുപോലെ മറ്റ് സംബന്ധവും चाचा काका പതിയോടായിട്ട് मामा വെക്കാൻ कई പറ്റില്ല. संबंध है, ഇളയച്ചനോ മാമിയോ മാമനോ ആയിട്ട് വെക്കാൻ लेकिन പറ്റുകയില്ല. एक परमात्मा എന്നാൽ निराकार ഒരു होने के कारण പരമാത്മ നിരാകാരനായത് കാരണം, और हम आत्मा भी निराकार होने के कारण നമ്മൾ ആത്മാക്കൾ നിരാകാരികളായത് परमात्मा കാരണം से जो संबंध आप चाहे वो निभा सकते। പരമാത്മാവുമായി ഏത് സംബന്ധം വെക്കാൻ ആഗ്രഹിക്കുന്നു അത് നമ്മളെ ക്യോ? കൊണ്ട് സാധിക്കും. കാരണം परमात्मा को ही ऑलमाइटी പരമാത്മാവിനെ തന്നെയാണ് ഓൾമൈറ്റി അതോറിറ്റി എന്ന് പറയുന്നത്. परमात्मा के परिचय के बाद अगर हमारा परमात्मा के साथ कनेक्शन हो गया, പരമാത്മാവുമായിട്ട് meditation പരിചയത്തിന്റെ आपको ആധാരത്തിൽ सिखाया है, സംബന്ധം सुनाया വെക്കാൻ है, പറ്റുമെങ്കിൽ, तो मेडिटेशन का अर्थ ही क्या है? ഇപ്പൊ മെഡിറ്റേഷനെ കുറിച്ച് നമ്മൾ आत्मा പറയാറുണ്ട്. का മെഡിറ്റേഷന്റെ അർത്ഥം തന്നെ परमात्मा के എന്താണ്? साथ कनेक्शन ആത്മാവിന്റെ कहो, संबंध സംബന്ധം, कहो, जो भी പരമാത്മാവിനോടുള്ള ബന്ധം, അതിനെ കണക്ഷൻ तो जब परमात्मा के साथ हमारा कनेक्शन हो जाता है, അതായത് പരമാത്മാവുമായിട്ട് നമുക്ക് ബന്ധം ഉണ്ടാവുകയാണ്, अर्थात मेडिटेशन का अनुभव हो जाता है, അതായത് മെഡിറ്റേഷന്റെ അനുഭൂതിയാണ് तो फिर ഉണ്ടാകുന്നത്. परमात्मा को याद करने से आपको अनुभव होगा, यहाँ है हुआ होगा പരമാത്മാവിനെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങൾക്ക് कि അനുഭവം परमात्मा ഉണ്ടായിട്ടുണ്ടാകാം. को याद करने से പരമാത്മാവിനെ जो ഓർമ്മിക്കുന്നതിലൂടെ परमात्मा के गुण है, ഏതാണോ പരമാത്മാവിലുള്ള ഗുണങ്ങൾ जो आप लोगों को सुनाया भी है, നിങ്ങൾക്ക് അതിനെ കുറിച്ച് परमात्मा का കേൾപ്പിച്ചിട്ടുണ്ടാകും. पहला गुण है ആദ്യത്തെ ഗുണമാണ് वो सुख का सागर है, ബാബ സുഖത്തിന്റെ शांति സാഗരമാണ്, का सागर है, ശാന്തിയുടെ സാഗരമാണ്, प्रेम का सागर है, പ്രേമത്തിന്റെ സാഗരമാണ്, आनंद का सागर है, ആനന്ദത്തിന്റെ സാഗരമാണ്, कल्याणकारी है, विश्व കല്യാണക്കാരിയാണ്, का कल्याणकारी। മക്കളുടെ മംഗളക്കാരിയാണ്. तो जो विशेषता जिसमें होती है ഏത് വിശേഷത ആരിലാണോ ഉള്ളത് उसको याद करने से അവരെ ഓർമ്മിക്കുന്നതിലൂടെ वही बातें हमारे में भी आएंगी। അതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മളിൽ വന്നു तो ചേരുക. जब हम परमात्मा को याद करते हैं ഇവിടെ പരമാത്മാവിനെ നമ്മൾ ഓർമ്മിക്കുമ്പോൾ तो आत्मा में ആത്മാവിലേക്ക് सुख का अनुभव, സുഖത്തിന്റെ അനുഭവം ഉണ്ടാകും. क्योंकि दुख का अनुभव जो है ना, കാരണം ദുഃഖത്തിന്റെ क्यों അനുഭവങ്ങൾ सुख का ഉണ്ടാകുന്നത്? अनुभव आत्मा को होता है? എന്തുകൊണ്ടാണ് क्योंकि സുഖത്തിന്റെ दुख का അനുഭവം अनुभव जो होता है ना आत्मा में,
वो ദുഃഖത്തിന്റെ होता അനുഭവം ही है बॉडी ഏതാണോ कॉन्शियसनेस के ഉണ്ടായിരിക്കുന്നത് कारण। അതൊക്കെ जब ബാഹ്യലോകത്തിൽ हमारा देह നിന്നുണ്ടായതാണ്. के साथ संबंध है, അതായത് ദേഹത്തോടുള്ള देह സംബന്ധം भान में है, ഉണ്ടാകുന്നതിലൂടെ, संबंध तो हमको ദേഹബോധത്തിൽ रखना ही വരുമ്പോൾ, पड़ेगा जब तक जिंदा है, परंतु उस देह के भान में, देह की ദേഹത്തിന്റെ स्मृति में, ബോധത്തിലേക്ക് വരുമ്പോൾ, बॉडी ദേഹത്തിന്റെ कॉन्शियसनेस സ്മൃതിയിലേക്ക് में हम വരുമ്പോൾ, जब रहते हैं तो सब दुख का कारण उसी से ही അത് निकलते। ദുഃഖത്തിന്റെ കാരണമായി മാറുകയാണ്, ആത്മദുഃഖിതയായി सोचो, മാറും. ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, एक सेकंड के लिए ഒരു സെക്കൻഡിനായി आप अभी अभी ഇപ്പോൾ തന്നെ देह के ദേഹത്തിന്റെ भान से ആ ബോധത്തിൽ നിന്നും थोड़ा सा ऊंचा उठो। അല്പനേരം देह है हमारी, ഉപരിയാകൂ. लेकिन देह से मैं न्यारी आत्मा हूँ। ദേഹം എന്റേതാണ്, പക്ഷെ देह ദേഹത്തിൽ अलग നിന്നും है, आत्मा अलग വേറിട്ട है। ഞാൻ ആത്മാവാണ്. तो आत्मा देह के भान को छोड़ के ആത്മദേഹ ഭാനത്തെ जब ഇല്ലാതാക്കി आत्मा रूप में आप स्थित हो जाएंगे, എപ്പോഴാണോ ആത്മസ്വരൂപത്തിൽ നിങ്ങൾ സ്ഥിതി तो ചെയ്യുന്നത്, आत्मा रूप में आप देखो ആ ആത്മസ്വരൂപത്തിൽ ഇരുന്ന് നിങ്ങൾ നോക്കൂ, दुख अशांति है, ദുഃഖ അശാന്തി ഉണ്ടാകുമോ? देह का भान छूटा माना ദേഹത്തിന്റെ सर्व दुख ബോധം दूर हो गया। ഇല്ലാതാകുമ്പോൾ തന്നെ സർവ दुख मिलता ദുഃഖത്തിന്റെ किससे है? കാരണങ്ങളും ഇല്ലാതാകും. देह के संबंध से ദുഃഖത്തിന്റെ കാരണങ്ങൾ തന്നെ ദേഹത്തിന്റെ और സംബന്ധത്തിലൂടെ, देह के पदार्थों से। ദേഹത്തിന്റെ പദാർത്ഥങ്ങളിലൂടെ. अगर देह से हम न्यारे आत्मा रूप में स्थित हो गए, ദേഹത്തിൽ നിന്ന് വേറിട്ട देह का ആത്മസ്ഥിതിയിലാണ് भान നമ്മൾ किनारे हो ഇരിക്കുന്നതെങ്കിൽ, गया, ദേഹബോധത്തിൽ നിന്ന് മാറുകയാണെങ്കിൽ तो आत्मा में क्या रह जाएगा? ഇനി ആത്മാവിൽ എന്താണ് അവശേഷിക്കുക? दुख दूर हो गया, ദുഃഖം दुख का ദൂരെയാകും, कारण का निवारण हो गया, ദുഃഖത്തിന്റെ കാരണങ്ങൾ तो പരിഹരിക്കപ്പെടും. दुख के बदले क्या आएगा? ദുഃഖത്തെ ഇല്ലാതാകുമ്പോൾ സുഖം അതിന് എങ്ങാനും. പകരം നമുക്ക് എന്താണ് അനുഭവമാകുക? സുഖം. अशांति के बदले क्या आएगा? അശാന്തിയുടെ ശാന്തി പകരം ആയെങ്കി ना? ശാന്തി വന്നു ചേരും. जैसे अंधकार अगर हमारा मिट जाता है, ഏതുപോലെ നമ്മളിൽ तो ഇരുട്ട് अंधकार नहीं ഇല്ലാതാകുമ്പോൾ, होगा तो क्या होगा? रोशनी आएंगी ना। ഇരുട്ട് മായുമ്പോൾ വെളിച്ചമല്ലേ ഉണ്ടാവുക? तो जब हम परमात्मा के परिचय से परमात्मा को याद करते हैं, എപ്പോഴാണോ പരമാത്മ പരിചയത്തിലൂടെ तो പരമാത്മനെ आत्मा ഓർമ്മിക്കുന്നത്, में അപ്പോഴാത്മാവില് सुख, शांति, സുഖവും ശാന്തിയും आनंद, ആനന്ദവും प्रेम। പ്രേമം. क्योंकि आजकल वरना जीवन चेहरा। में കാരണം വർത്തമാന सब ജീവിതത്തിൽ चाहिए, चार ही ഇതെല്ലാം चीजें चाहिए। ആവശ്യമാണ്. सुख भी चाहिए, നാലും ആവശ്യമാണ്. സുഖവും ശാന്തി भी വേണം, चाहिए। ശാന്തി വേണം, आनंद भी आनंद चाहिए, वेणम। प्रेम भी चाहिए। പ്രേമവും വേണം. अगर ये चार गुण है ഒരു പക്ഷേ ഈ 4 ഗുണങ്ങൾ तो जीवन ഉണ്ടെങ്കിൽ बहुत कुशल है। ജീവിതം വളരെയധികം इनमें से സന്തുഷ്ടകരമാകും. एक भी चीज नहीं है तो ഈ 4ൽ ഏതെങ്കിലും ഒന്നില്ല എങ്കിൽ समझो हमारे में प्यार की कमी है, मेरे में या दूसरे द्वारा, ഒരു പക്ഷേ എന്നിലോ तो भी മറ്റുള്ളവരിലോ जीवन सदा പ്രേമത്തിന്റെ खुश नहीं കുറവുണ്ട് എന്ന് होंगी। അപ്പോൾ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകില്ല, हमारे को आनंद की फीलिंग नहीं आएंगी, क्योंकि जब ആനന്ദത്തിന്റെ भी ഫീലിംഗ് जिससे ഉണ്ടാകില്ല. प्यार नहीं होगा, कुछ സ്നേഹമില്ല होगा എങ്കിൽ नीचे ऊपर, जब उसकी याद ഏറ്റക്കുറച്ചിലുകൾ आएगी, उससे ഉണ്ടാകും, कनेक्शन होगा, तो फिर മറ്റുള്ളവരുടെ ഓർമ്മ हमारे വരും, अंदर जो है वो അവരുടെ ബന്ധങ്ങൾ सुख ഓർമ്മ या വരും, शांति या आनंद की अनुभूति नहीं होगी। അവിടെ സുഖവും ശാന്തി इसीलिए ആനന്ദത്തിന്റെ ये അനുഭൂതി चार ही ഉണ്ടാവില്ല. चीजें जो है, അതുകൊണ്ട് ഈ जो 4 परमात्मा ഗുണങ്ങളും के गुण है, ഏതാണ് निजी गुण है പരമാത്മാവിന്റെ परमात्मा നിജ ഗുണങ്ങൾ, हमारे पिता के, നമ്മുടെ അച്ഛന്റെ ഗുണങ്ങള്. तो वो जब तक उसकी याद नहीं होगी, कनेक्शन नहीं होगा, അവരുമായിട്ടുള്ള कैसे നമ്മുടെ हमको ഓർമ്മയില്ല मिलेगा? എങ്കിൽ, സംബന്ധം ഇല്ല എങ്കിൽ അതെങ്ങനെയാ അനുഭൂതി ഉണ്ടാവുക? ये जो मेडिटेशन है ഇതേതാണോ മെഡിറ്റേഷൻ वो എന്ന് आप ऐसे പറയുന്നത്? समझो जैसे कोई इंजेक्शन का बल्ब होता है ना, ഏതുപോലെ ഇഞ്ചക്ഷൻ ബൾബ് उसमें दवाई ഉണ്ടാകാറുണ്ട്. होती है, और हम जब सुई लगाते हैं उस बल्ब में, तो सुई द्वारा सारी दवाई खींच जाती है। അതായത് ഇഞ്ചക്ഷൻ വെക്കുന്ന इसी സിറിഞ്ചിൽ रीति നിന്ന് से ये എങ്ങനെയാണ് मन जब മരുന്ന് हमारा परमात्मा എടുക്കുന്നത് से അതുപോലെ लगता है,
तो जो परमात्मा അപ്പൊ के गुण മനസ്സ് है നമ്മുടെ പരമാത്മാവുമായി ബന്ധിപ്പിക്കാൻ वो आत्मा में स्वतः ही अनुभव होता है। कनेक्शन ठीक होना चाहिए പരമാത്മാവിൽ बस। ഏതാണോ मन ഗുണങ്ങളുള്ളത് कनेक्शन भी क्या സ്വാഭാവികമായിട്ടും है, मन ആത്മാവ് लगना चाहिए അനുഭൂതി बस। ചെയ്യും. സംബന്ധം अगर मन മനസ്സുമായിട്ടാണ് हमारा लग വെക്കേണ്ടത്. जाता है परमात्मा में മനസ്സ് तो तन പരമാത്മാവുമായി हमारा വെക്കാൻ ऑटोमेटिकली പറ്റുമെങ്കിൽ वहां जाएगा। നമ്മുടെ जहाँ ശരീരം मन അവിടെ होता है ना मनुष्य आत्मा का, वहाँ എവിടെയാണോ तन മനുഷ്യാത്മാവിന്റെ ऑटोमेटिकली जाता है। മനസ്സുള്ളത് അവിടെ ശരീരം എത്തും. जैसे देखो हमारा प्यार है, ഏതുപോലെ നോക്കൂ, നമ്മുടെ मन हमारा സ്നേഹമുണ്ട്. कोई लंदन में रहता है നമ്മൾ लेकिन സ്നേഹിക്കുന്നവർ मेरा उससे ചിലപ്പോൾ बहुत प्यार ലണ്ടനിലായിരിക്കാം. है, അവരോട് നമുക്ക് तो വളരെയധികം तन तो സ്നേഹമുണ്ട്. मेरा नहीं जा सकता അപ്പൊ है ശരീരം കൊണ്ട് പോകാൻ പറ്റുന്നില്ല स्थूल में, സ്ഥൂലത്തിൽ. लेकिन मन जब हमारा लंदन के उस व्यक्ति में जाएगा तो तन മനസ്സ് भी मेरे को अपना लगेगा नहीं, समझेंगे बस ലണ്ടനിലേക്ക് उसी के എത്തുമ്പോൾ साथ ही लवली। സ്വാഭാവികമായിട്ടും ശരീരം ആ അവസ്ഥയിലെത്തും. तो जब मन परमात्मा से लग जाता है, അപ്പൊ മനസ്സ് പരമാത്മാവുമായി जिसको मेडिटेशन ബന്ധിക്കപ്പെടുമ്പോൾ हम कहते हैं, അതിനെ നമ്മൾ മെഡിറ്റേഷൻ എന്ന് പറയും. तो मन लगने से മനസ്സ് ബാബിയിൽ ये വെക്കുന്നതിലൂടെ अनुभूतियां सहज ही होती, ബാബിയിലുള്ള ഗുണങ്ങളുടെ അനുഭൂതി चाहे എളുപ്പമാകും. सुख की अनुभूति हो അത് आपको, സുഖത്തിൻ്റെതാകാം, चाहे शांति की हो, ശാന്തിയുടേതാകാം, चाहे प्रेम की हो, പ്രേമത്തിൻ്റെതാകാം, कोई भी होंगी ഏത് अगर തന്നെ संबंध ഗുണങ്ങളുടേതാകാം. है, क्लियर है, ബാബിയുമായിട്ട് സംബന്ധം ക്ലിയർ ठीक ആണെങ്കിൽ है। तो परमात्मा से हमको जो जीवन में प्राप्ति चाहिए പരമാത്മാവിലൂടെ आवश्यक നമ്മുടെ है। ജീവിതത്തിൽ എന്താണ് और ആവശ്യം, अविनाशी चाहिए प्राप्ति, പ്രാപ്തി നേടേണ്ടത്, किसको हम അവിനാശിയായ कहें പ്രാപ്തി अच्छा നേടേണ്ടത്. आपको 2 घंटे के लिए शांति मिलती है, बाकी घंटे और किसको हो, ഇപ്പൊ आपको പറയാണ് सिर्फ 2 2 മണിക്കൂർ घंटे നിങ്ങൾക്ക് शांति ശാന്തി കിട്ടുമെന്ന് പറയുമ്പോൾ मिल रही ബാക്കിയുള്ള है, ठीक സമയങ്ങൾ है। എന്താകും? आप पसंद करेंगे क्या? 2 മണിക്കൂർ ശാന്തി നമ്മൾ ആഗ്രഹിക്കുമോ? आप यही सोचेंगे ना सदा शांति रहे ना, കാരണം 2 നമ്മൾ घंटे की क्या ആഗ്രഹിക്കുന്നത് होगा? സദാകാല ശാന്തിയല്ലേ. जिसको कहते हैं अविनाशी, അതിനെ അവിനാശി എന്ന് പറയും. और वो हो गई विनाशी, थोड़े टाइम के लिए ബാക്കി मिली। അല്പസമയ ശാന്തി എന്ന് പറയുമ്പോൾ तो हम വിനാശിയാണ്. ये देखें कि हम अविनाशी प्राप्ति चाहते हैं। അതുകൊണ്ട് നമ്മൾ ആദ്യം പരിശോധിക്കണം, अविनाशी ഞാൻ प्राप्ति ആഗ്രഹിക്കുന്നത് അവിനാശി अविनाशी से പ്രാപ്തിയാണോ? होंगी न कि विनाशी चीज അപ്പൊ से। അവിനാശി പ്രാപ്തി അവിനാശി ആയതിൽ നിന്ന് जैसे കിട്ടുള്ളൂ. हम कहते हैं അല്ലാതെ भाई വിനാശിയിൽ हमको നിന്നും सेब കിട്ടുകയില്ല. चाहिए, तो हमको सेब के पेड़ से मिलेगा, ഏതുപോലെ നമ്മൾ ആപ്പിൾ चाहे आम ആഗ്രഹിക്കുന്നു, सेब से भी അപ്പൊ महंगा हो, ആപ്പിൾ വേണമെങ്കിൽ ആപ്പിൾ വൃക്ഷത്തിൽ നിന്നാണ് കിട്ടുക. लेकिन सेब के पेड़ से आम नहीं मिलेगा, आम के पेड़ से सेब नहीं मिलेगा। മനസ്സിലാക്കേണ്ടത് ആപ്പിൾ इसी വൃക്ഷത്തിൽ നിന്ന് रीति ആപ്പിൾ से കിട്ടും, അല്ലാതെ ആപ്പിൾ വൃക്ഷത്തിൽ अगर നിന്ന് മാമ്പഴം हमको കിട്ടില്ല. अविनाशी सुख शांति चाहिए അതുപോലെ നമുക്ക് അവിനാശി സുഖശാന്തി तो बिना വേണമെങ്കിൽ अविनाशी परमात्मा के और कहाँ से भी അവിനാശിയായ अविनाशी सुख शांति नहीं പരമാത്മാവിൽ मिल सकती। നിന്നല്ലാതെ മറ്റെവിടെ നിന്നും अलब का അവിനാശി थोड़े समय के സുഖശാന്തിയുടെ लिए तो പ്രാപ്തി बहुत ഉണ്ടാവില്ല. साधन है, आज साइंस के साधन कितने हैं, അല്പസമയത്തിലേക്ക് നമുക്ക് मनोरंजन പ്രാപ്തി के साधन ഉണ്ടാക്കുന്ന कितने സാധനങ്ങൾ हैं, ഇന്ന് लेकिन വൈജ്ഞാനികപ്രദമായി वो थोड़े समय के लिए എന്റർടൈൻമെന്റ് तो शांति പ്രോഗ്രാമിലൂടെ मिल നമുക്ക് सकती കിട്ടും. है, सदा अविनाशी नहीं मिल അവിടെ सकती। നിന്നും അല്പകാല സുഖം तो आप ശാന്തി കിട്ടും. सोचो അത് അവിനാശിയായിരിക്കും. अविनाशी प्राप्ति हम चाहते हैं അവിനാശി तो हमारा പ്രാപ്തി നമ്മൾ connection किससे ആഗ്രഹിക്കുന്നു होना चाहिए? എങ്കിൽ നമ്മുടെ സംബന്ധം अविनाशी से ആരോടായിരിക്കണം? होना चाहिए ना, അവിനാശി ആയതിനോടല്ലേ और जरूरी है ഉണ്ടായിരിക്കേണ്ടത്? ना। അത് ആവശ്യമല്ലേ? तो अविनाशी परमात्मा है, അവിനാശി आत्मा ആയത് भी अविनाशी പരമാത്മാവാണ്, ആത്മാവും लेकिन അവിനാശിയാണ്. आत्मा फिर भी एक शरीर धारण करके എന്നാൽ फिर दूसरा ആത്മാവ് धारण ഇപ്പോൾ करके, ശരീരം परमात्मा എടുത്തു, तो है അത് ही ഉപേക്ഷിച്ച് निराकार, മറ്റൊരു ശരീരത്തിലേക്ക് പോകും. പക്ഷെ एक ही പരമാത്മ परमात्मा का रूप है, वो नहीं ഒരിക്കലും बदलता है। हमारे ജന്മങ്ങളിൽ तो വരുന്നില്ല. आत्मा के പരമാത്മന്റെ बदलते ഒരേ ഒരു हैं, शरीर രൂപമാണ്. बदलते हैं। ആത്മാക്കളുടെ ശരീരം മാറുന്നു. तो परमात्मा से कनेक्शन जोड़ना माना പരമാത്മാവുമായി ആത്മാവേ കണക്ഷൻ വെക്കുക എന്ന് सुख വെച്ചാൽ അർത്ഥം शांति आनंद प्रेम का ആത്മാവിൽ अनुभव। സുഖ ശാന്തി പ്രേമം ആനന്ദത്തിന്റെ ഗുണങ്ങൾ आज വന്നു देखो ചേരുക, प्रेम है, അനുഭൂതി ഉണ്ടാവുക.
ഇന്ന് लेकिन ലവ് ഉണ്ട്, बॉडी പ്രേമമുണ്ട്, कॉन्शियस के आधार से പക്ഷെ प्रेम അതെല്ലാം है ദേഹബോധത്തിന്റെ ആധാരത്തിലാണ്. और स्वार्थ का प्रेम है. അത് സ്വാർത്ഥതയുടെ പ്രേമമാണ്. क्यों? കാരണം आत्माओं में स्वार्थ जरूर होगा, ആത്മാവിൽ സ്വാർത്ഥതയുണ്ട്, लेकिन परमात्मा को कोई स्वार्थ नहीं है. എന്നാൽ പരമാത്മാവിൽ യാതൊരു സ്വാർത്ഥതയുമില്ല. जो उसका प्यार स्वार्थ का हो, स्वार्थ में कुछ चाहिए तभी स्वार्थ होता है ना. എന്തെങ്കിലും ആഗ്രഹിക്കുമ്പോൾ परमात्मा को क्या चाहिए? वो तो सबका അതുകൊണ്ട് सागर है, ആത്മാക്കളിൽ दाता है, സ്വാർത്ഥതയുണ്ട്, പരമാത്മാവിൽ देने वाला സ്വാർത്ഥതയില്ല. है वो. കാരണം നൽകുന്നവനാണ് പരമാത്മ. तो उसको अपने लिए कुछ नहीं चाहिए, പരമാത്മാവ് തനിക്കായിട്ടൊന്നും इसीलिए ആഗ്രഹിക്കുന്നില്ല. स्वार्थ का प्यार उसका नहीं हो അതുകൊണ്ട് सकता. പരമാത്മാവിന്റെ സ്നേഹം സ്വാർത്ഥത കലർന്നതല്ല. आत्माओं का स्वार्थ का प्यार होगा. ആത്മാക്കളുടെ സ്വാർത്ഥത നിറഞ്ഞ പ്രേമമാണ്. और कहते भी है, പറയാറുണ്ട്, स्वार्थ का प्यार ऐसे है, दिल से प्यार होता है, लेकिन वो स्वार्थ का प्यार ऐसे है जो कहते हैं जैसे शीशा होता है ना, नाजुक, എന്നാൽ ആ സ്നേഹം जरा सा चोट लगी और टूटा. ഗ്ലാസിനെ പോലെ ആയിരിക്കും, ചെറിയതായി ഒന്ന് ऐसे തട്ടിയാൽ അത് आजकल के പൊട്ടിപ്പോകും. स्वार्थ का प्यार. അതുപോലുള്ള സ്വാർത്ഥത നിറഞ്ഞ लेकिन പ്രേമമാണ്. परमात्मा का प्यार എന്നാൽ പരമാത്മ സ്നേഹം स्वार्थ का नहीं है, സ്വാർത്ഥതയുടേതല്ല, विनाशी नहीं है, വിനാശിയല്ല, अविनाशी है. അവിനാശിയാണ്. तो परमात्मा से അതുകൊണ്ട് प्राप्तियां अगर हमको പരമാത്മാവിൽ याद നിന്ന് है പ്രാപ്തികൾ कि भाई എന്താണെന്ന് നമ്മൾ परमात्मा से അറിയുന്നു हमको ये എങ്കിൽ, प्राप्तियां होती है, പരമാത്മാവിലൂടെ ഇന്ന പ്രാപ്തികൾ ഉണ്ടാകുന്നു എന്ന तो തിരിച്ചറിവ് कभी ഉണ്ടാകുമ്പോൾ भी हमको परमात्मा की याद भूल नहीं सकते. അപ്പോഴൊരിക്കലും जहाँ പരമാത്മാവിന്റെ ഓർമ്മ प्राप्ति होती है മറക്കുകയില്ല. वहाँ कैसे भूल सकते हैं? എവിടെയാണോ നേട്ടം ഉണ്ടാകുന്നത് അതെങ്ങനെ रास्ते മറക്കാൻ चलते പറ്റുക? भी നമ്മൾ മാർഗത്തിലൂടെ हमको कोई സഞ്ചരിക്കുമ്പോൾ परिचय नहीं है. ഒരുപക്ഷെ मानो നമുക്ക് रास्ते चलते मैंने कोई പരിചയമില്ല ठोकर എങ്കിൽ खाई और कोई आके हमको प्यार से എവിടെയെങ്കിലും उठाता അടിപറ്റ് है, വീണു, थोड़ा ആരെങ്കിലും എന്നെ दिल സ്നേഹത്തോടെ लेता വന്ന് है, എഴുന്നേൽപ്പിച്ചു, कुछ जो हमको मलम पट्टी चाहिए या कुछ മാലിഷ് चाहिए ചെയ്തു, वो വേണ്ട करता കാര്യങ്ങൾ है, ചെയ്തു തന്നു. तो हमारे दिल से क्या निकलता है? അപ്പൊ उसके നമ്മുടെ प्रति? മനസ്സിന്റെ അകത്തട്ടിൽ നിന്നും എന്താണ് कहते വരിക? हम आपको जीवन भर नहीं भूल सकते हैं, പറയാറില്ലേ, ऐसा आपने मेरे से ജീവിതകാലം किया. മുഴുവൻ ഞാൻ നിങ്ങളെ മറക്കാൻ പറ്റില്ല എന്ന്. तो रवाजी कुछ होता है तो भी प्राप्ति हुई ना उससे, നമ്മൾക്ക് और ऐसे പരിചയം टाइम മുന്നേ में प्राप्ति ഉണ്ടായിരുന്നില്ലെങ്കിലും हुई അവിടെ जिस പ്രാപ്തി समय हमको ഉണ്ടായിരുന്നല്ലോ. आवश्यकता है. സമയത്തിന്റെ तो ആവശ്യത്തിനനുസരിച്ച് उसके അവർ लिए दिल से സഹായിച്ചല്ലോ. यही निकलता है, അതുകൊണ്ട് ഹൃദയത്തിൽ कभी नहीं നിന്നും आपको भूल നമ്മൾ सकते. പറയാറുണ്ട്, ഞാൻ ഒരിക്കലും നിങ്ങളെ तो മറക്കില്ല. परमात्मा से तो हमारी सर्व प्राप्ति है, അതുപോലെ പരമാത്മാവിൽ നിന്ന് നമുക്ക് तो वो സർവ്വപ്രാപ്തികളും कैसे ഉണ്ട്. भूल सकता है അപ്പൊ ആ हमको? ഭഗവാനെ എങ്ങനെയാ മറക്കാൻ പറ്റുക? इसीलिए कहते हैं അതുകൊണ്ട് തന്നെ പറയാറുണ്ട്, कि जब प्राप्तियों की स्मृति रहेंगी, എപ്പോഴാണ് ऐसे ही नहीं പ്രാപ്തികളുടെ शिव बाबा സ്മൃതികൾ निराकार ഉണ്ടാകുന്നത്? है, ज्योति स्वरूप है, അല്ലാതെ परम വെറുതെ धाम में ശിവബാബ रहने वाला है. നിരാകാരനാണ്, ये ജ്യോതിസ്വരൂപനാണ്. सिर्फ उच्चारण मन में ഇത് संकल्प नहीं കേവലം करना है, മനസ്സിൽ സങ്കല്പിക്കല്ല വേണ്ടത്. संकल्प से ही पहुंचेंगे, സങ്കല്പത്തിലൂടെയാണ് നമ്മൾ എത്തുന്നത്. अनुभूति होनी चाहिए. എന്നിരുന്നാലും അനുഭൂതി ഉണ്ടാകണം. क्यों हम परमात्मा को याद करते हैं? എന്തിനാണ് നമ്മൾ പരമാത്മനെ जिस कारण ഓർമ്മിക്കുന്നത്? से याद करते हैं वो प्राप्ति है हमको. ഏത് കാരണത്താൽ ഞാൻ ബാബയെ ഓർമ്മിക്കുന്നു ആ പ്രാപ്തി कई എനിക്ക് भाई बहनें ऐसे അനുഭവപ്പെടുന്നുണ്ടോ? कहते हैं പല സഹോദരി कि हम സഹോദരന്മാർ याद तो करने പറയാറുണ്ട്, चाहते हैं, परिचय നമ്മൾ भी ബാബയെ हमको मिल ഓർമ്മിക്കാൻ गया ആഗ്രഹിക്കുന്നുണ്ട്, परमात्मा का, लेकिन परमात्मा को याद करने चाहते പരമാത്മ हैं, പരിചയമുണ്ട്. फिर भी याद पूरी मन लगता എന്നിരുന്നാലും नहीं है. പൂർണ്ണമായിട്ടും പരമാത്മനെ ഓർമ്മിക്കാൻ कोशिश പറ്റുന്നില്ല, करते हैं, മനസ്സുകൊണ്ട് लेकिन സാധിക്കുന്നില്ല, मन फिर भी यहाँ പ്രയത്നിക്കാറുണ്ട്, दौड़ता है, परेशान മനസ്സ് है. അലഞ്ഞുകൊണ്ടേയിരിക്കുന്നു. उसका कारण क्या है? അതിന്റെ കാരണം എന്തായിരിക്കും? एक छोटी सी गलती हम करते ഒരു ചെറിയൊരു തെറ്റാണ് നമ്മൾ ചെയ്യുന്നത്. और उस गलती के कारण हम ആ തെറ്റിന്റെ चाहे घंटा കാരണം आप बैठो नहीं, बस എത്ര मुझे योग മണിക്കൂർ लगाना है. ഇരുന്നാലും बस मेरे को पता है ना परमात्मा परम धाम में है, आनंद प्रेम सुख की प्राप्ति പരമാത്മാനെ है. കുറിച്ച് मैं वर्णन നമുക്കറിയാം, करती रहूं പരിചയമുണ്ട്, मन में, എത്ര സങ്കല്പങ്ങൾ മനസ്സിൽ लेकिन मन കൊണ്ടുവന്നാലും नहीं लगता. क्यों? എന്നാലും മനസ്സ് കാരണം കണക്ട് ആകുന്നില്ല.
एक छोटी പരമാത്മ सी गलती क्या പരന്താമ है, നിവാസിയാണ് എന്നൊക്കെ हम അറിയാം. कहते परमात्मा हमारा पिता है. അപ്പൊ ആ കൊച്ചു തെറ്റെന്താണ്? നമ്മൾക്ക് किसका അറിയുന്നു पिता है? പരമാത്മ നമ്മുടെ അച്ഛനാണ്. क्या शरीर का पिता है എന്നാൽ നമ്മൾ തെറ്റുന്നത് എവിടെയാ? कि आत्मा का ശരീരത്തിന്റെ पिता है? അച്ഛനാണോ അതോ പരമാത്മ अभी ആത്മാവിന്റെ मैं आपसे അച്ഛനാണോ? पूछूंगी, किससे भी, इनसे पूछती हूँ, आपके पिता का नाम क्या है? അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് നിങ്ങളുടെ അച്ഛന്റെ तो പേര് आप എന്താണ്? अलग बताएंगे, ये अलग അപ്പൊ बताएंगे. ഓരോരുത്തരും അവരവരുടെ ये क्यों ശരീരത്തിന്റെ पिता അച്ഛന്റെ का പേര് नाम പറയും. क्यों अलग अलग बताया? शरीर का पिता आपका अलग अलग, അതെ, ശരീരത്തിന്റെ അച്ഛനായതുകൊണ്ടാണ് लेकिन വേറെ വേറെ. आत्मा का पिता एक है. പക്ഷെ ആത്മാവിന്റെ അച്ഛൻ എല്ലാവർക്കും ഒന്നാണ്. जब आत्मा का पिता एक है तो जब हम कहते ആത്മാക്കളുടെ हैं അച്ഛൻ हे ഒന്നായിരിക്കും. शिव बाबा, ശിവബാബ എന്ന് വിളിക്കുന്നത്, गॉड फादर, ഗോഡ് ഫാദർ എന്ന് വിളിക്കുന്നു. फादर कहा ना उसको, അച്ഛൻ എന്നല്ലേ വിളിച്ചത്? किसका फादर है वो? അപ്പൊ ആരുടെ അച്ഛനായിരിക്കും? आत्मा का है ना, शरीर ആത്മാവിന്റേതല്ലേ? का तो नहीं है ना. ശരീരത്തിന്റെ तो അച്ഛനല്ലല്ലോ. जिस समय मैं मेडिटेशन में ഇപ്പൊ बैठती हूँ, മെഡിറ്റേഷൻ അതോ ബാബയുടെ ഓർമ്മയിൽ जिस ഇരിക്കുമ്പോൾ समय मैं बाबा को, शिव बाबा को याद करने चाहती हूँ, मन लगाने चाहती हूँ മനസ്സ് വെക്കാൻ परमात्मा से, ആഗ്രഹിക്കുന്നത്, पहले ബാബയെ ये ഓർമ്മിക്കാൻ देखो ആഗ്രഹിക്കുന്നത്, कि मैं आत्मा रूप में यानी सोल कॉन्शियसनेस स्टेज में ആദ്യം हूँ. നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഞാൻ സോൾ आत्मा का കോൺഷ്യസിലാണോ, पिता है ना वो, शरीर का तो है ही नहीं ना. ആത്മബോധത്തിലാണോ ഞാൻ ഇരിക്കുന്നത്? मैं കാരണം शरीर भान ഓർമ്മിക്കേണ്ടത് में, बॉडी कॉन्शियस ആത്മാവിന്റെ के भान में അച്ഛനാണ്. कहती हूँ ए ഞാൻ पिता, ഇരിക്കുന്നത് वो पिता है ही ദേഹബോധത്തിൽ. नहीं, शरीर का तो എന്നിട്ട് ഞാൻ सुनेगा क्या? ഓർമ്മിക്കാണ് ബാബയെ. കാരണം ശരീരത്തിന്റെ അച്ഛനല്ല अगर मैं ശിവബാബ. किसी दूसरे को कह दूं ए पिता, वो सुनेगा क्या? ഞാൻ എന്റെ അച്ഛനെ അച്ഛാന്ന് तो വിളിക്കാതെ आत्मा का മറ്റൊരാളെ पिता അച്ഛൻ है वो, വിളിക്കുമ്പോൾ शरीर അത് का पिता കേൾക്കുമോ? नहीं है. ഇല്ല. അതുപോലെ ബാബ और हम शरीर ശരീരത്തിന്റെ भान से അച്ഛനല്ല, ആത്മാവിന്റെ उसको അച്ഛനാണ്. याद करने चाहते അപ്പൊ हैं. ഞാൻ ശരീരബോധത്തിൽ जैसे हम मिसाल भी देते हैं ना, ये तार है, तार का रबर आप उतारो नहीं, ഇതുപോലെ നമ്മൾ കണക്ഷൻ और तार का कनेक्शन आप जोड़ने चाहो, വയറിലുള്ള ആ ഒരു ഇൻസുലേഷൻ है तो എടുത്ത് सेकंड की बात है നമ്മൾ एक तार का കൊടുക്കാറുള്ളത്. ऐसे कनेक्शन जोड़ना. അത് ഒരു സെക്കൻഡിന്റെ लेकिन अगर കാര്യമാണ്. हम गलती करें, रबर नहीं ഒരു उतारे പക്ഷെ നമ്മൾ ഇൻസുലേഷൻ മാറ്റാതെ നമ്മൾ കണക്ഷൻ और കൊടുക്കുകയാണ്, सारा दिन हम जोड़ने में लग जाएं, ചെയ്യുകയാണെങ്കിൽ മുഴുവൻ current ദിവസം നമ്മൾ आएगी? ശ്രമിച്ചാലും കറണ്ട് പാസ്സാവുകയില്ല, नहीं आएंगी ना. വരികയില്ലല്ലോ. तो गलती हमारी അപ്പൊ ये है അതുപോലെ നമ്മൾ ചെയ്യുന്ന कि തെറ്റും पहले फाउंडेशन है നമ്മുടെ कि ആദ്യത്തെ मैं ഫൗണ്ടേഷൻ आत्मा ആണ് हूँ, ഞാൻ सोल ആത്മാവാണ്. कॉन्शियसनेस, സോൾ കോൺഷ്യസ്നെസ് ഉണ്ടാകണം. फिर सुप्रीम सोल कॉन्शियस. എന്നിട്ട് വേണം സുപ്രീം സോൾ കോൺഷ്യസിലേക്ക് अगर हम सोल कॉन्शियस आत्मक स्थिति में स्थित नहीं है, സ്ഥിതിയിൽ ഇരിക്കാതെ यानी ये देह के भान का रबर हमने उतारा नहीं, ഇൻസുലേഷൻ यानी എടുത്ത് भूला മാറ്റില്ല എങ്കിൽ ബാബയെ ഓർമ്മിക്കാൻ പറ്റില്ല. इसीलिए हमारा मन नहीं लगता. അതുകൊണ്ട് തന്നെയാണ് മനസ്സ് ബാബയുമായി കണക്ട് ആകാത്തത്. पहले फाउंडेशन चाहिए, मैं आत्मा हूं. അപ്പോൾ ആദ്യം ഫൗണ്ടേഷൻ ക്ലിയർ ആയിരിക്കണം, ഞാൻ आत्मा के ആത്മാവാണ്. रूप में स्थित होके ആത്മസ്വരൂപത്തിൽ आप സ്ഥിതി ചെയ്ത് परमात्मा को याद പരമാത്മാവിനെ करो, ഓർമ്മിക്കും. फिर आपका मन नहीं लगे, ये हो ही नहीं सकता അപ്പൊ है. മനസ്സ് क्यों? ബന്ധിപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. क्योंकि आप आत्मा का संबंध है किससे? ആത്മാവിന്റെ സംബന്ധം ആരോടാണ്? आत्मा के कोई देहधारी से संबंध नहीं. ആത്മാവിന്റെ माता पिता സംബന്ധം देह के है, ദേഹധാരികളോടല്ല. आत्मा के नहीं है. അച്ഛൻ അമ്മ എല്ലാവരും ആ पदार्थ ദേഹത്തിൻ്റെതാണ്. देह के लिए चाहिए, कोई भी പദാർത്ഥങ്ങളൊക്കെ वस्तु, ദേഹത്തിനാണ് कोई വേണ്ടത്. भी साधन ഏതെങ്കിലും വസ്തു സാധനങ്ങൾ किसके लिए അത് चाहिए? ദേഹത്തിനാണ് വേണ്ടത്, शरीर के लिए चाहिए ना. ശരീരത്തിനാണ് അത് ആവശ്യം. लेकिन मैं आत्मा हूँ, ഞാൻ आत्मा ആത്മാവാകുമ്പോൾ को तो कुछ नहीं चाहिए, न संबंध ആത്മാവിനായി देह ഒന്നും के, വേണ്ട. न पदार्थ. ദേഹത്തിന്റെ സംബന്ധം आत्मा का कनेक्शन पदार्थ सारा परमात्मा से ही है, ഒന്നും और തന്നെ किससे है ही ആവശ്യം. नहीं. കാരണം तो स्वयं आत्मा को ആത്മാവിന്റെ परमात्मा के और സംബന്ധം क्या याद आएंगे? പരമാത്മാവിനോടാണ്. അതുകൊണ്ട് ആത്മാവിന് अगर പരമാത്മാവിന്റെ हम ഓർമ്മയില്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല. कार में जाते हैं, ഒരു പക്ഷെ നമ്മളൊരു रास्ता ही एक है, വഴി ഒന്ന് दूसरा തന്നെയാണ്, रास्ता है ही नहीं. മറ്റൊരു മാർഗമേ ഇല്ല. तो हमारी बुद्धि या कार हम चलाते हैं तो നമ്മുടെ एक ही വാഹനം रास्ते നമ്മൾ पर जाएंगे ना, ഓടിപ്പിക്കുമ്പോൾ ആ വഴിയിലൂടെ और कहाँ जाने का मार्जिन ही नहीं है ना. മറ്റൊരു വഴിയിൽ സഞ്ചരിക്കാനുള്ള മാർജിനേ ഇല്ല. और अगर 3-4 गलियां चौराया आ जाता है ഒരു പക്ഷെ ആ വഴിയിലൂടെ तो फिर मार्जिन है, यहाँ जाऊं वहां जाऊं.
അപ്പൊ അവിടെ എത്തുമ്പോൾ കൊച്ചു കൊച്ചു तो आत्मा के വഴികൾ लिए ഉണ്ടാകും. एक ही അപ്പൊ परमात्मा से മനസ്സിൽ തോന്നും कनेक्शन ഈ है सब। വഴിയിലൂടെയാണോ പോണ്ട, ആ पदार्थ വഴിയിലൂടെ. എന്നാൽ जो ഇവിടെ भी साधन है वो ദേഹത്തിന്റെ किस लिए സംബന്ധം, चाहिए हमको? സാധനങ്ങൾ ഇതൊന്നും ആത്മാവിന് ആവശ്യമില്ല. सुख शांति के लिए चाहिए ना। ഇത് നമ്മൾ ആഗ്രഹിക്കുന്നു എങ്കിൽ अच्छा, पैसा സുഖശാന്തിക്ക് चाहिए आज। വേണ്ടിയിട്ടല്ലേ. പണം ആഗ്രഹിക്കുകയാണെങ്കിലും किस लिए इतनी मेहनत करके पैसा कमाते हैं? പണം अगर സമ്പാദിക്കുന്നതാണെങ്കിലും किससे भी पूछो आप इतनी നിങ്ങൾ मेहनत ആരോട് करके വേണമെങ്കിൽ ചോദിച്ചോക്കെ, എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് क्यों സമ്പാദിക്കുന്നത്, इतना कमाते हो? എന്തിനാ ഇത്ര സമ്പാദിക്കുന്നത്? तो क्या जवाब देंगे? അവരെന്തുത്തരായിരിക്കും कहेंगे നൽകുക? हम भी खुश रहें, सुखी रहें, എല്ലാരും हमारा परिवार भी സന്തുഷ്ടരായിരിക്കട്ടെ, सुखी। നമ്മുടെ കുടുംബം എല്ലാം लक्ष्य तो वही സന്തുഷ്ടമായിരിക്കട്ടെ. हुआ ना सुख का। ലക്ഷ്യം അത് തന്നെയല്ലേ, സുഖത്തിന്റെ इसी ലക്ഷ്യം रीति തന്നെയല്ലേ. से जो हमारा लक्ष्य है सुख शांति का, ഏതാണോ वो നമ്മുടെ ലക്ഷ്യം, परमात्मा से तो और ही अविनाशी സുഖശാന്തിയുടേത്, प्राप्त होगा। അത് विनाशी പരമാത്മാവിൽ नहीं, നിന്നാണ് अविनाशी അവിനാശി प्राप्त പ്രാപ്തി होगा। ഉണ്ടാവുക. വിനാശിയായതിൽ നിന്നും तो ഈ जो प्राप्ति അവിനാശി हमको പ്രാപ്തി चाहिए वो ഉണ്ടാവില്ല. परमात्मा से होती। അപ്പോ പ്രാപ്തി ഉണ്ടാകുന്നത് പരമാത്മാവിലൂടെയാണ്. तो परमात्मा से प्राप्तियां जो जीवन में चाहिए वो सब അപ്പോ हो सकता। പരമാത്മാവിലൂടെ നമ്മുടെ ജീവിതത്തിൽ എന്താണോ इसी പ്രാപ്തികൾ रीति से आपको ഉണ്ടാകേണ്ടത് അത് നേടാൻ പറ്റും. सर्वशक्तिवान जो परमात्मा को कहा जाता है, അതുപോലെ സർവശക്തനായ वर्तमान പരമാത്മ समय എന്ന് अगर നമ്മൾ हम देखें പറയാറുണ്ട്. वैल्यूज के हिसाब से, ഇന്നത്തെ शक्तियों के हिसाब വർത്തമാന से भी സമയത്ത് നമ്മൾ values ന്റെ मेजॉरिटी കാരണം संतुष्ट അതുപോലെ തന്നെ जीवन ശക്തികളുടെ बिताने के लिए കണക്കെടുത്ത് सहन നോക്കുകയാണെങ്കിൽ शक्ति चाहिए। ഇന്ന് നമുക്ക് വളരെ സന്തുഷ്ടകരമായ ജീവിതം सहन शक्ति की कमी होने के സഹനശക്തി कारण ആവശ്യമാണ്. संबंध में, സഹനശക്തിയുടെ കുറവ് कनेक्शन में കാരണം थोड़ा कुछ ബന്ധങ്ങളിൽ कमी हो गई, प्राप्ति में, तो सहन शक्ति न होने के अगरचे कारण ही ഉണ്ടാകുന്നു. दुख और शांति पैदा होती। അപ്പൊ സഹനശക്തി ഇല്ല എങ്കിൽ लेकिन वो ദുഃഖശാന്തി അവിടെ शक्तियां ഉണ്ടാകും. भी कहाँ से प्राप्त होंगी അപ്പൊ ഈ आत्मा को? ശക്തികളൊക്കെ എവിടെ आज നിന്നാണ് है आत्मा में ആത്മാക്കൾക്ക് शक्ति। പ്രാപ്തമാവുക? കാരണം ഇന്ന് ആത്മാക്കളിൽ आत्मा എവിടെയാണ് चाहती है ശക്തി ഉള്ളത്? ആത്മാക്കൾ कि मैं ആഗ്രഹിക്കുന്നുണ്ട് खुश रहूं, നമ്മൾ मैं സന്തുഷ്ടരായിരിക്കണം, सुखी रहूं, സുഖികളായിരിക്കണം, मैं प्रेम रखूं सबसे। സർവരോട് സ്നേഹികളായിരിക്കണം. लेकिन चाहते हुए भी आत्मा ആഗ്രഹിച്ചിരുന്നാലും अनुभूति नहीं कर सकती है, ആത്മാക്കൾക്ക് कारण അനുഭൂതി ഉണ്ടാകാൻ പറ്റുന്നില്ല. जब चाहना है फिर भी क्यों नहीं कर पाती है आत्मा? ആഗ്രഹമുണ്ടെങ്കിലും ചെയ്യാൻ एक छोटा सा സാധിക്കുന്നില്ല. मिसाल है ഒരു क्रोध ചെറിയൊരു का। ഉദാഹരണം. आप में से जो भी इतने बैठे हैं ना, मैं അതായത് क्वेश्चन ദേഷ്യപ്പെടുന്ന पूछती हूँ സ്വഭാവം. आपसे, तो कोई ऐसा एक है ഇവിടെ ഇരിക്കുന്ന जिसने കൂട്ടത്തിൽ जीवन भर में ആരെങ്കിലും ഉണ്ടോ क्रोध नहीं किया हो, ജീവിതത്തിൽ अनुभव ഒരിക്കലും नहीं हो क्रोध का? കോപിക്കാത്തവര്, है कोई ക്രോധത്തെ കുറിച്ച് അനുഭവമില്ലാത്തവര്? അവര് കൈ ഉയർത്തി. जिसने जीवन भर में ജീവിതകാലം മുഴുവൻ क्रोध नहीं किया हो, सारे കോപിക്കാത്തവര്, जीवन में एक बार भी नहीं किया हो? ഒരു है പ്രാവശ്യം कोई പോലും ऐसा शिव കോപിക്കാത്തവര്? बाबा का बच्चा? അങ്ങനെയുള്ളവർ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ശുഭയുടെ മക്കളില് कोई नहीं हाथ उठाता। ആരും കൈ ഉയർത്തുന്നില്ല. तो क्रोध का अनुभव तो सभी को है, അപ്പൊ ക്രോധത്തിന്റെ അനുഭവം എല്ലാവർക്കും है ഇല്ലേ? ना? അങ്ങനെയല്ലേ? है क्रोध का अनुभव, ക്രോധത്തിന്റെ അനുഭവം छोटा ഇല്ലേ? मोटा। ചെറിയ कोई രീതിയിലാണെങ്കിലും बड़ा क्रोध करता है, कोई छोटा मोटा വലിയ करता രൂപത്തിൽ है, लेकिन കോപിക്കുന്നവരുണ്ട്, क्रोध का अनुभव तो सभी को है ना? ചെറിയ രൂപത്തിൽ കോപിക്കുന്നവരുണ്ട്. അപ്പൊ സഭിക്കോ എല്ലാവർക്കും ഹെ. അതിന്റെ देखो। അനുഭവമില്ലേ? अभी क्रोध क्या है? അപ്പൊ ക്രോധം എന്ന് പറഞ്ഞ എന്താ? हम लोग सभी को सुनाते हैं ये बात। ഇതെല്ലാവരോടും നമ്മൾ क्रोध क्या है? एक കേൾപ്പിക്കാറുണ്ട്. 2.5 इंच की जबान है, जीभ। मनुष्य तो 5 അതായത് फुट का 18 है, ഇഞ്ചിന്റെ ഈ, और जीभ कितनी ഈ है? ചെറിയൊരു നാവിലൂടെ 2.5 इंच की। और आत्मा 1.5 ഇഞ്ച് 2.5 इंच के जीभ को कंट्रोल नहीं कर सकती। ഈ ഒരു ചെറിയൊരു നാവിനെ तब तो പോലും क्रोध होता है। കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല മനുഷ്യന്. किसे होता है? അപ്പൊ ക്രോധം भले ഉണ്ടാകാറില്ലേ? ऐसे फीचर से भी होता है क्रोध, कहीं जुबान से नहीं बोलते हैं, आंखें പലരും लाल लाल हो കണ്ണുകൾ जाती കൊണ്ട് है മുഖത്തിലൂടെ और शिकल പ്രകടിപ്പിക്കാറുണ്ട്. जो है वो ചിലർ लाल लाल हो പറയാറില്ല. जाती है, ऐसे भी क्रोध होता മുഖെല്ലാം है। ചുവന്നിരിക്കും, കണ്ണുകൾ ഉരുണ്ടിരിക്കും. लेकिन അങ്ങനെയും കോപം मनुष्य പ്രകടിപ്പിക്കാറുണ്ട്. 5 फुट का, മനുഷ്യനുള്ളത് 6 5 അടി ഫുട്ട് കാ. പൊക്കം, 6 അടി പൊക്കമുള്ളവനാണ്. ऑस्ट्रेलिया वाले तो शायद 6 फुट के होते हैं। അത്ഭുതകരമായ കാര്യം എന്ന് പറഞ്ഞാല് तो എല്ലില്ലാത്ത നാവിനെ
ഒരിക്കലും इतना ആർക്കും मनुष्य കൺട്രോൾ बड़ा ചെയ്യാൻ പറ്റുന്നില്ല. और छोटी सी जुबान को कंट्रोल ഇത്രയും नहीं വലിയ कर पाते, മനുഷ്യൻ ചെറിയൊരു നാവിനെ तो നിയന്ത്രിക്കാൻ आत्मा പറ്റുന്നില്ല. इतनी निर्बल हो गई है ना, അപ്പൊ ആത്മാവ് അത്രയും ताकत नहीं है ना आत्मा ശക്തിഹീനമായി, में। താക്കത്തില്ലാതായി. क्यों ताकत नहीं है? എന്തുകൊണ്ട് താക്കത്തില്ല कारण ആത്മാവില്? क्या हुआ? അതിന്റെ കാരണം എന്താണ്? सुख के सागर के സുഖസാഗരനായ बच्चे ബാബയുടെ മക്കൾ और एक अशांति का कारण जो है ഒരു അശാന്തിയുടെ क्रोध, കാരണമാണ് ക്രോധം. सहन शक्ति होने से नहीं हो सकता है। छोटी सी സഹനശക്തി सहन शक्ति का ആഗ്രഹിക്കുന്നെങ്കിൽ एक शक्ति भी പറ്റുന്നില്ല. नहीं है आत्मा में, സഹൻ ശക്തി പോയിട്ട് ഒരു ശക്തി പോലും ഇന്ന് परवश ആത്മാവിലില്ല. हो जाते हैं। അതായത് कई അത്രയും भाई പെട്ടെന്ന് बहनें हमारे पास പരവശരായി आते हैं, പോകുന്നു. कहते हैं क्रोध का പലരും अनुभव ദാദിയുടെ मैंने അടുത്ത് कर लिया है, വരാറുണ്ട്. अभी कभी नहीं करेंगे। എപ്പോഴും കോപിക്കാറില്ല, फिर कहते हैं क्या ഇടയ്ക്കിടെ करिए കോപിക്കുന്നു. बहन जी, वो जो पहले मैंने क्रोध किया ना, ആദ്യം ഞാൻ छोटी सी കോപിച്ചല്ലോ, बात थी। അത് ചെറിയൊരു കാര്യം കൊണ്ടായിരുന്നു. लेकिन अभी जो मेरे आगे बात आई ना, ഇപ്പൊ വന്നിരിക്കുന്ന बहुत बड़ी കാരണം बात आई കൊണ്ട് ഇത് വലിയൊരു बड़ी സംഭവമായിരുന്നു. बात आई ना, तो इसलिए फिर क्रोध आ गया। വലിയ കാര്യം സംഭവിച്ചുകൊണ്ടാണ് ഞാൻ കോപിക്കേണ്ടി कारण വന്നത്. कंट्रोलिंग पावर അതിന്റെ नहीं, കാരണം എന്താ? കൺട്രോളിംഗ് പവർ ഇല്ലാത്തത്, सहन शक्ति नहीं है। സഹൻ ശക്തി ഇല്ലാത്തത് കൊണ്ട്. और सहन शक्ति करने से സഹൻ ശക്തി हमको शिव बाबा ഉണ്ടാകുന്നതിൽ कहते हैं, നിന്നും जैसे ताली बजती है ना, आवाज होता है, ശിവബാബ तो പറയാറുണ്ട്, एक हाथ की ताली में കൈയടിക്കുമ്പോഴല്ലേ ആवाज ശബ്ദം नहीं होता है। ഉണ്ടാവുക. अभी ऐसे ऐसे ഒരു കൈ कराते കൊണ്ട് हैं ना, കൈയടിക്കാനും പറ്റില്ല, दो हाथ ശബ്ദം की ताली ഉണ്ടാവുകയില്ല. में आवाज होगा। രണ്ട് കൈകൾ अगर एक हाथ കൂട്ടിച്ചേർന്നാണ് ശബ്ദം ऐसे വരിക. करे और दूसरा हाथ नीचे कर देवे तो क्या होगा? क्रोध होगा, ഒരു കൈ आवाज होगा, പൊക്കി വെച്ച് മറ്റൊരു കൈ താത്തി ताली का आवाज വെക്കുകയാണെങ്കിൽ तो नहीं ഒരിക്കലും होगा ना, കയ്യടി शांति ഉണ്ടാവില്ല, होगी। ശബ്ദം ഉണ്ടാവില്ല. അപ്പൊ പരസ്പരം കോപം एक भाई ഉണ്ടാവില്ല. ने हमको बहुत अच्छा ഒരു സഹോദരൻ सुनाया अपना വളരെ നല്ലൊരു अनुभव അനുഭവം കേൾപ്പിച്ചു क्रोध के बारे में। ക്രോധത്തെ കുറിച്ച്. कहता है जब भी कुछ ऐसी പറയുന്നുണ്ടായിരുന്നു, बात होती है ना, क्रोध आता है, कोई ऐसा बात बनती है, അങ്ങനെയുള്ള तो കാര്യങ്ങൾ हाथ ऐसा उठाना ഉണ്ടാകുമ്പോൾ होता है ना, हाथ उठता है ना, तो मैं क्या करता हूँ, हाथ जो है ना ദേഷ്യം വരുമ്പോ കൈ उसे പൊന്തി वरदान का പോവാറുണ്ട്. हाथ कर देता हूँ। वो नहीं मिलाता नहीं हूँ, ऐसे हाथ वरदान का कर देता हूँ, അപ്പൊ तो കൈ मेरे में പൊന്തി सहन അടിക്കാൻ शक्ति आ വേണ്ടി, जाती പക്ഷെ എന്നാലും വരദാനത്തിന്റെ है। उसका രൂപത്തിൽ अपना കൈ വെക്കും. अनुभव है। അപ്പൊ അങ്ങനെ ഒരു സഹോദരൻ തന്റെ അനുഭവം तो പറയാറുണ്ട്. അങ്ങനെ हम ക്രോധത്തെ आत्मा നിയന്ത്രിക്കാറുണ്ട്. इतनी पावरफुल, അപ്പൊ यानी मास्टर ആത്മാവ് सर्वशक्तिवान അത്രയും है। പവർഫുൾ ആണ്, മാസ്റ്റർ സർവശക്തിവാനാണ്. मास्टर सर्वशक्तिवान हो, मास्टर ऑलमाइटी अथॉरिटी हो, മാസ്റ്റർ സർവശക്തിവാൻ, മാസ്റ്റർ और ഓൾമൈറ്റികളാണ്. एक क्रोध को, लोभ को, मोह को അപ്പൊ ക്രോധത്തെയും ലോഭത്തെയും മോഹത്തെയും वास्तव में आत्मा में है क्या? നിയന്ത്രിക്കാൻ പറ്റില്ലേ? വാസ്തവത്തിൽ आप कहेंगे अगर ആത്മാവിനുള്ളത് आत्मा में എന്താണ്? नहीं है तो आया कैसे? ആത്മാവിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയും, तो പക്ഷെ हम इस ഇതൊക്കെ पर വന്നത് എവിടെ दृष्टांत നിന്നാണ്? बताते हैं। ഇപ്പൊ ഒരു ഉദാഹരണം देखो കേൾപ്പിക്കാറുണ്ട്. पानी है, നോക്കൂ, पानी വെള്ളം तो देखा है ना सभी ने, വെള്ളം എല്ലാവർക്കും पानी पीते അറിയാവല്ലോ, भी है रोज। तो കുടിക്കാറുമുണ്ട്. पानी का नेचुरल रूप क्या है? വെള്ളത്തിന്റെ നാച്ചുറൽ രൂപം शीतल है എന്താ? ना? അത് ശീതളമായിരിക്കില്ലേ? जब भी आग लगती है എപ്പോഴെങ്കിലും അത് तो തിളപ്പിച്ച് पहले कौन सा വെക്കുകയാണെങ്കിൽ फोन करते हैं? करते हैं ना, वही पानी की मोटर आएंगी तो आग बुझेंगी। तो पानी का स्वरूप जो है അതായത് वो എവിടെയെങ്കിലും തീ शीतल है, കത്തുകയാണെങ്കിൽ ठंडा വെള്ളം है। ഒഴിച്ചിട്ടല്ല അതിനെ കെടുത്തുക. लेकिन उसी ही पानी को അതേ വെള്ളത്തെ തന്നെ आप आग पर रख दो, നിങ്ങൾ തീയിൽ വെക്കുകയാണെങ്കിൽ थोड़ा टाइम കുറച്ച് आप സമയം उसको आग पर रखो, और फिर वो पानी आपके चमड़ी पर पड़ जाए അത് ചൂടാകും. तो क्या करेगा वो पानी? അതേ വെള്ളം നമ്മുടെ ദേഹത്ത് വീണാൽ आग എന്താകും? का काम करेगा, ആ ഒരു ചൂടിന്റെ आपकी കാര്യം चमड़ी को ചെയ്യില്ലേ? जलाएगा, നമ്മുടെ कि नहीं തോലെല്ലാം जलाएगा? കത്തിപ്പോവൂലേ? जलाएगा ना। ऐसे ही അപ്പൊ വെള്ളത്തിന്റെ हम ഒറിജിനൽ സ്വരൂപം परमात्मा के ശീതളതയാണ്. बच्चे आत्माएं അപ്പൊ അതുപോലെ നമ്മൾ शांत, പരമാത്മാവിന്റെ കുട്ടികള് ശാന്ത सुख സ്വരൂപികൾ, स्वरूप थे, സുഖസ്വരൂപികളാണ്.
लेकिन ये जो 5 विकारों की എന്നാൽ आग है ना, എപ്പോഴാണോ പഞ്ചവികാരങ്ങളുടെ काम അഗ്നി, क्रोध लोभ मोह अहंकार, കാമക്രോധ ലോഭമോഹ इनके संग में അഹങ്കാരം, आकर के അതിന്റെ കൂട്ടുകെട്ടിൽ നമ്മൾ വന്നപ്പോൾ आत्मा अशांत हो, ആത്മ അശാന്തമായി. यानी अपने निजी गुण जो है ना, അതായത് जैसे നമ്മളിലെ पानी है, നിജഗുണം ഏതാണോ, अपना निजी गुण जो है ഇതുപോലെ शीतलता, വെള്ളത്തിന്റെ നിജഗുണം ശീതളത, वो തണുത്തി बदली തണുപ്പ്, होकर के गर्म पानी का यानी അപ്പൊ आग का काम അഗ്നിയായിട്ട് करता है। ബന്ധിപ്പിച്ചപ്പോൾ അത് ചൂടായി മാറി. ऐसे आत्मा അതുപോലെ में जो ആത്മാവും ओरिजिनल നമ്മുടെ सुख ഒറിജിനൽ शांति സ്വരൂപം, प्रेम स्वरूप സുഖവും के ശാന്തി संस्कार थे, പ്രേമ गुण थे, സ്വരൂപം, वो അതാണ് इन നമ്മുടെ ഒറിജിനൽ विकारों के സംസ്കാരം. कारण जो है എന്നാൽ വികാരങ്ങളുടെ കാരണത്താല് संग के रंग में आकर के സംഘത്തിന്റെ अशांत പ്രഭാവത്തിൽ വന്ന് दुखी। अभी അശാന്തരും देखो किससे भी ദുഃഖിതരുമായി. पूछो ना, ऐसे संस्कार दुख अशांति के पक्के हो गए हैं, അപ്പൊ അത്തരത്തിലുള്ള जो ദുഃഖാശാന്തിയുടെ किससे भी पूछो സംസ്കാരം कहेंगे നമ്മുടെ ഉള്ളിൽ അത്രയും सदा ഉറച്ചുപോയി. शांति हो सकती है। ആരോടെങ്കിലും നിങ്ങൾ ചോദിച്ചു നോക്കൂ, ये तो സദാശാന്തി थोड़ा मुश्किल അതെങ്ങനെ लगता है। സാധിക്കുക? അത് സാധിക്കോ? यानी അത് हमारा വളരെ निजी പ്രയാസല്ലേ? स्वरूप सुख स्वरूप है, എന്നാൽ നമ്മൾ ആത്മാക്കളുടെ നിജസ്വരൂപം और हम इतना സുഖസ്വരൂപമാണ്. अपने निजी गुणों को निजी स्वरूप को भूल എന്നാൽ गए നമ്മൾ हैं, ഇന്ന് जो അത്രയും हम നിജ सोचते हैं ये സംസ്കാരത്തെ कैसे हो സ്വഭാവത്തെ सकता है। മറന്നുപോയി. അത് इस पर एक പറ്റുമോ कहानी എന്ന हमको പ്രയാസമാണ് ഇന്ന് याद आ അനുഭവപ്പെടുന്നത്. रही है। हाँ? ഒരു आप ഉദാഹരണം खेल ഓർമ്മ करके भी आए വരികയാണ്. होंगे, थके हुए होंगे, तो कहानी सुनाती हूँ मैं एक आपको। एक बारी क्या हुआ ഒരിക്കൽ ഒരു സംഭവം कि ഓർമ്മപ്പെടുത്തുകയാണ്. एक राजा का लड़का था, ഒരു कहानी तो രാജപുത്രൻ याद ഉണ്ടായിരുന്നു. रहेंगी ना आपको। കഥകളൊക്കെ നിങ്ങൾക്ക് तो ഓർമ്മയുണ്ടാവുമല്ലോ. एक राजा का लड़का था, ഒരു രാജാപുത്രൻ ഉണ്ടായിരുന്നു, वो खो രാജകുമാരൻ. गया। हाँ? खो गया तो जाके बेरिया होती है ना, उसके झुंड में पड़ गया। അപ്പൊ രാജപുത്രൻ ഒരു സമയം നഷ്ടപ്പെട്ടു പോയി, तो കാണാതെ പോയി. बेरियों के झुंड में जब पड़ गया, എന്നിട്ട് ചെന്നായ്ക്കളുടെ तो उस കൂട്ടത്തിലാണ് वो പെട്ടത്. बेरियों जैसे ही दो हाथ और दो ये पाँव ऐसे ही चलता था, जैसे बेरियां चलती है। ഏതുപോലെ ചെന്നായ്ക്കൾക്ക് घास खाता നടക്കാറുണ്ട് था, 4 जैसे കാലിൽ, वो അതുപോലെ भाषा തന്നെ बोलती ഈ है वैसे ही കുമാരനും वो भी बोलता था, 2 കൈകൾ क्योंकि കൊണ്ട് संग के 2 रंग में आ गया। കാലിൽ അത്തരത്തിൽ നടക്കാൻ തുടങ്ങി. राजा ने बहुत ढूंढा बच्चे को, രാജാവ് കുറെ ये मेरा അന്വേഷിച്ചു ഈ बच्चा കുട്ടിയെ कहाँ खो കണ്ടെത്താൻ गया? വേണ്ടിട്ട്, പക്ഷെ എവിടെയും लेकिन കണ്ടെത്താൻ उसको കഴിയില്ല. मिला नहीं। कुछ समय के बाद उसको കുറച്ചു पता കാലങ്ങൾക്ക് पड़ा ശേഷം तो ये बेरियों के झुंड में एक बच्चा है, രാജാവ് കണ്ടെത്താൻ കഴിഞ്ഞു. और ഈ वो ചെന്നായ ढूंढा കൂട്ടത്തില് उसको तो उसका ഒരു ही കുട്ടിയെ बच्चा था, കണ്ടു. राजा का ही बच्चा था। അപ്പൊ ആ കുട്ടിയെ കണ്ടപ്പോൾ तो वो മനസ്സിലായി ഇത് बेरियों के നഷ്ടപ്പെട്ട झुंड തന്റെ से കുഞ്ഞായിരുന്നു. ले गया उसको अपने അപ്പൊ ആ महल ചെന്നായ में। കൂട്ടത്തിൽ നിന്നും ആ महल കുട്ടിയെ में ले गया രക്ഷിച്ചുകൊണ്ടുപോയി तो കൊട്ടാരത്തിൽ उसको കൊണ്ടുപോയി. खाना देवे അപ്പൊ तो കഴിക്കാൻ खाए नहीं। കൊടുത്താല് കഴിക്കാറില്ലായിരുന്നു. घास देवे तो खावे, പുല്ല് കൊടുത്തപ്പോ और കഴിച്ചു, खाना देवे तो खाना खाए ही नहीं। ഭക്ഷണം കൊടുത്തപ്പോ കഴിക്കാൻ अब बोल പറ്റുന്നില്ല, उसको അറിയുന്നില്ല. बोलने सिखावे സംസാരിക്കാൻ तो वो പഠിപ്പിച്ചാലും बेरियों की जो भाषा है ना, वो जो भी करती हो അവരുടെ वही ചെന്നായ്ക്കളുടെ बोले। ഭാഷയാണ് അത് പറഞ്ഞിരുന്നത്. तो राजा को उस बच्चे को सिखाने के लिए അപ്പൊ രാജാവിന് ആ കുട്ടിയെ एक विशेष പഠിപ്പിച്ചെടുക്കാൻ टीचर വേണ്ടി रख के रखनी ഒരു पड़ी, വിശേഷ ടീച്ചറിനെ जो നിയമിക്കേണ്ടതായിരുന്നു. उसको ये सुनावे तो അവർക്ക് तुम बेरिया കേൾപ്പിക്കാൻ नहीं हो, കഴിയണം, നീ तुम मनुष्य हो। ചെന്നായല്ല, നീ മനുഷ്യനാണ്. अभी आपको कोई ऐसी टीचर मिली? അപ്പൊ നിങ്ങൾക്കതുപോലെ कोई भी അത്തരത്തിലുള്ള बच्चा teacher पैदा വന്നോ? होता है उसको ऐसी കിട്ടിയോ? टीचर देते हैं क्या, तुम मनुष्य हो, तुम ये हो, ये तो അങ്ങനെ ऑटोमेटिकली ആരെങ്കിലും वो जानता है ना। പഠിപ്പിക്കാറുണ്ടോ? നീ മനുഷ്യനല്ല, അല്ല നീ ചെന്നായല്ല, ऐसे हमारी भी മനുഷ്യനാണെന്ന് हालत പറഞ്ഞു ऐसे കൊടുക്കേണ്ട हुई। വിധത്തില് हम അതുപോലെ आत्मा ഇന്ന് നമ്മൾ ऑलमाइटी കുട്ടികളും अथॉरिटी के बच्चे, ആത്മാക്കളും ആ അവസ്ഥയിലാണ്. നമ്മൾ आनंद प्रेम പരമാത്മാവിന്റെ सुख സർവശക്തന്റെ മക്കളാണ്, स्वरूप थे। ആനന്ദത്തിന്റെ लेकिन ये जो 5 विकारों की സുഖസ്വരൂപത്തിലായിരുന്നു. बेरिया है ना, ये उसके എന്നാൽ झुंड ഈ में 5 पड़ गए हम। വികാരങ്ങളാകുന്ന ചെന്നായ്ക്കളുടെ കൂട്ടത്തിൽ അകപ്പെട്ടു പോയി और നമ്മൾ. वही बात हम बोलने लगे।
അതേ ഭാഷകൾ इतना പറയാൻ बोलते हैं कि തുടങ്ങി. शांति होना तो असंभव लगता है. നമ്മൾ പറയാൻ തുടങ്ങിയ ശാന്തമായിരിക്കുക എന്ന് പറഞ്ഞ ഈ ലോകത്ത് तो इसीलिए അസംഭവമാണ്. हमको शिव बाबा कहता है. അതുകൊണ്ട് തന്നെ अभी शिव ശിവബാബ बाबा ने देखा പറയാണ്, ये तो समझते नहीं है, ശിവബാബ മനസ്സിലാക്കി शांति കുട്ടികൾ के अनुभव को मानते മനസ്സിലാക്കുന്നില്ല, ही नहीं है. ശാന്തിയുടെ इसलिए അനുഭൂതി खुद ഇവർ बाबा टीचर അംഗീകരിക്കുന്നില്ല. बन के आया है, അതുകൊണ്ട് अभी സ്വയം परमात्मा टीचर പരമാത്മ बन के ശിവബാബ आया है ടീച്ചറായി നമ്മുടെ മുന്നിൽ വന്നു. और हमको शिक्षा दे रहा है ബാബ ശിക്ഷണം നൽകുകയാണ് कि तुम നമ്മൾ आत्मा കുട്ടികൾക്ക്. हो. നിങ്ങൾ हम भी तो ആത്മാക്കളാണ്. अपने आप को भूल गए ना, നമ്മൾ മറന്നുപോയി, आत्मा भूल गए, शरीर ही समझा मैं ആത്മാവാണെന്നുള്ളത് फलाना हूँ. മറന്നുപോയി, ദേഹബോധത്തിൽ किसी വന്നു. से भी पूछो आपका परिचय क्या है, ആരുടെങ്കിലും ചോദിച്ചു लंबा നോക്കൂ, चौड़ा നിങ്ങളുടെ सुनाएगा, പരിചയം എന്ന് शरीर का ही പറഞ്ഞാൽ परिचय सुनाएगा, ദീർഘമായിട്ട് आत्मा का കേൾപ്പിക്കും. परिचय कोई नहीं सुनाता. ആത്മാവിന്റെ പരിചയം ആർക്കും നൽകാൻ പറ്റില്ല. तो ये जो हमारी गलती हो गई है ना, ഈ ഒരു തെറ്റ് ഏതാണ് संघ നമ്മുടെ के ഭാഗത്ത് रंग में आ गई നിന്നുണ്ടായത്? है, സംഘത്തിന്റെ കൂട്ടുകെട്ടിൽ പെട്ടുപോയത്. उसको सिर्फ चेंज करना है. അതിനെയാണ് നമ്മൾ പരിവർത്തനത്തിൽ കൊണ്ടുവരേണ്ടത്. अभी मन जो वहां चला गया है ना, മനസ്സ് ഇപ്പോൾ ദേഹത്തിന്റെ ഭാഗത്തേക്ക് परमात्मा പോയിരിക്കുന്നത്. की तरफ लगा. അതിനെ പരമാത്മാവിന്റെ फिर ഭാഗത്തേക്ക് परमात्मा के संग का रंग, പരമാത്മാവിന്റെ जो सुख സംഘത്തിന്റെ ആ शांति നിറത്തിൽ आनंद प्रेम हमारे से സുഖം, खो गया है ശാന്തി, ना, പ്രേമം, वो ആനന്ദം प्राप्त हुए. ഏതാണോ നമ്മളിൽ നഷ്ടപ്പെട്ടു പോയത് അത് പ്രാപ്തമാക്കാൻ तो പറ്റും, प्राप्त तो करना ही है, നേടിയെടുക്കേണ്ടേ. इसीलिए तो आए हैं. അതുകൊണ്ടല്ലേ നമ്മൾ ബാബയുടേതായത്. और हमको भी खुशी है ഇവിടെ നമ്മൾ സന്തുഷ്ടരാണ്. कि हमारे भाई बहन, നമ്മുടെ എല്ലാ സഹോദരി हमारे पिता സഹോദരന്മാര്, परमात्मा पिता जो है, നമ്മുടെ അച്ഛന്, उसका അതായത് പരമാത്മാവിന്, जो जन्म सिद्ध अधिकार है वो फिर से അവരിൽ നിന്നും प्राप्त ആ करने के लिए आ गए हैं. ജന്മാവകാശത്തെ നേടാൻ ഇവിടെ എത്തിയിരിക്കുന്നു. किसी भी घर में कोई बच्चा पैदा होता है, ഏതെങ്കിലും भाई या കുടുംബത്തിൽ बहन ഒരു पैदा കുട്ടി होती है, ജന്മെടുത്താല് तो दुनिया के रीति से भी खुशी तो होती है, ലോകത്തിന്റെ हमारा भाई കണക്ക് आ വെച്ച് गया, हमारी നോക്കുമ്പോൾ बहन ഒരു आ गई. കുട്ടിയുടെ ജന്മം ऐसे സന്തോഷമല്ല हम लोगों को നൽകുന്നത്. भी खुशी होती है അതുപോലെ തന്നെ कि ദാദി हमारे പറയണ भाई നമുക്കും बहनें വളരെയധികം സന്തോഷാണ്. थोड़े बिछड़ गए थे അനേക കാലങ്ങളിൽ നിന്നും അകന്നിരുന്ന और अभी എന്റെ फिर से സഹോദരി आके इकट्ठे സഹോദരന്മാർ हुए हैं. इतने വീണ്ടും भाई बहन ഒന്നിച്ചിരിക്കുകയാണ്. ഇത്രയധികം हमारे സഹോദരി बिछड़े സഹോദരന്മാർ हुए, कोई बिछड़ी हुई नष्टപ്പെട്ട चीज അകന്നു आपको मिले, പോയവർ कितनी खुशी होती है. തിരികെ കിട്ടുമ്പോഴെത്ര സന്തോഷം ना? ഉണ്ടാകും. तो हमारे को सोचो, आपको देख के कितनी खुशी അപ്പൊ होती ദാദി होगी. പറയണ അതുപോലെ നമുക്കും നിങ്ങളെ കാണുമ്പോൾ എത്ര बिछड़ा हुआ സന്തോഷം भाई मिल ഉണ്ടാകും. गया, बहनें मिल गई, അകന്നു इतने भाई പോയിരുന്ന बहनें, वाह. സഹോദരി കിട്ടി, സഹോദരൻ കിട്ടി, तो എത്ര इसीलिए സന്തോഷം. अभी അതുകൊണ്ട് ये തന്നെ परमात्मा के संबंध का अनुभव कर. പരമാത്മാവുമായിട്ടുള്ള സംബന്ധത്തിന്റെ അനുഭവം हम लोगों का अनुभव कहता है ദാദി പറയാണ് നമ്മുടെ അനുഭവങ്ങൾ വെച്ച് कि പറയാൻ परमात्मा को अगर आप फ्रेंड बनाने चाहो, പരമാത്മാവിനെ നിങ്ങൾ Friend भी है वो. കൂട്ടുകാരനാക്കുകയാണെങ്കിൽ കൂട്ടുകാരനായി മാറും. क्योंकि कई बार ऐसा होता है പലപ്പോഴും माँ നം बाप से बात नहीं സംഭവിക്കാറുണ്ട്. करने में आती है दिल की. അതായത് लेकिन അച്ഛനമ്മമാരോട് friend से മനസ്സ് करने में തുറന്ന് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. അപ്പൊ കൂട്ടുകാരോടല്ലേ पिता के പറയാറ്. संबंध से आपको അച്ഛന്റെ थोड़ा official സംബന്ധത്തില് लगे കുറച്ച് ഒഫീഷ്യൽ ആയിട്ട് तो തോന്നും. आप फ्रेंड रूप में भी परमात्मा से, അപ്പോ संबंध ഫ്രണ്ടിന്റെ निभा രൂപത്തിൽ सकते. ബാബയുമായിട്ട് സമ്പർക്കം और ये ऐसा फ्रेंड है, അത്തരത്തിലുള്ള कोई भी കൂട്ടുകാരനാണ് मनुष्य ബാബ. कितना भी बढ़िया फ्रेंड हो आपका, നിങ്ങളുടെ മനുഷ്യ फिर भी ജീവിതത്തിൽ उनके मुख എത്ര से വലിയ आपकी बात friend कभी ഉണ്ടെങ്കിലും भी निकल सकती है. നമ്മൾ അവരോട് പറഞ്ഞ लेकिन കാര്യങ്ങൾ ये എപ്പോ friend हमारा വേണമെങ്കിലും ऐसा അത് है പുറത്തു വരാം. जो आपकी പക്ഷേ बात को ബാബ खत्म भी कर देगा, शक्ति भी അത്ര दे നല്ല देगा, ഫ്രണ്ടാണ്. और कहाँ आउट നമ്മുടെ नहीं എല്ലാ होंगे പ്രശ്നങ്ങളും തീർക്കുകയും ചെയ്യും, आपकी. ऐसा फ्रेंड ശക്തിയും നൽകും. गॉड को फ्रेंड बना दिया അത്തരത്തിലുള്ള ഫ്രണ്ടാണ് ബാബ. സ്വയം तो दिल ഗോഡിനെ कितनी खुश ഫ്രണ്ട് ആക്കും. रहेंगी. जो भी बात आवे, क्यों അപ്പൊ നിങ്ങൾ അത്രയും कोई मनुष्य को സന്തുഷ്ടരായിരിക്കും. बात करने से, कोई भी मन में बात आती है ना, हमने देखा है, മനസ്സിലെ कोई കാര്യങ്ങൾ भी मन में വ്യക്തികളോട് बात आ ഷെയർ गई ना, ചെയ്യുമ്പോൾ, वो जब तक नहीं किसको सुनाओ ना, तो കാരണം मन में സ്വഭാവം चलती അങ്ങനെയാണ്. रहती है മനസ്സിൽ हलचल. വന്ന കാര്യം ആരോടെങ്കിലും പറയേണ്ടതായി വരും. जैसे इല്ലെങ്കിൽ खाना नहीं समाधान हजम ഉണ്ടാവില്ല. होवे ना, तो ഏതുപോലെ जब तक കഴിച്ച बाहर नहीं ഭക്ഷണം निकालते ना, उल्टी से ജീർണമാവില്ല, निकालो, किससे भी निकालो. അതുപോലെ अगर തന്നെയാണ് नहीं निकलता है ना बाहर, तो अंदर वो परेशानी होती रहती है. ജീർണമാകാത്ത ആഹാരം ऐसे വയറ്റിൽ कोई भी बात കിടക്കുമ്പോൾ ऐसी मन में आ വല്ലാത്ത गई मानो, വിമിഷ്ടം തോന്നും. അതുപോലെ മനസ്സിൽ വന്ന तो जब കാര്യങ്ങൾ तक हम बाहर नहीं निकालते മറ്റുള്ളവരോട് हैं ना, പറയാതിരിക്കാൻ मतलब പറ്റാതെ किसको भी बोल के खत्म नहीं करते हैं, ആരോടെങ്കിലും ഒന്ന് പറയണം. तो अंदर वो ഉള്ളിൻ്റെ व्यर्थ ഉള്ളിൽ वेस्ट थॉट्स के रूप में चलता ഒരുപാട് रहेगा, വേസ്റ്റ് चलता തോട്ട്സ് रहेगा. വരാൻ തുടങ്ങും.
एनर्जी भी वेस्ट होती അതിലൂടെ रहती എനർജി है, വേസ്റ്റ് ആവും, खुशी भी गुम हो जाती है, സന്തോഷം और നഷ്ടപ്പെടും, व्यर्थ का तूफान बहुत फास्ट होता വ്യർത്ഥതയുടെ है, കൊടുങ്കാറ്റ് उसी में ही വീശും. लगे रहते हैं. इसीलिए हमको बाबा कहते हैं അതുകൊണ്ടാണ് ബാബ परमात्मा പറയാറുള്ളത്, को तो शिव बाबा പരമാത്മാവിനെ कहो और बाबा है ही, ബാബ साथ തന്നെയാണ്, है. ബാബ കൂടെയുണ്ട്. जिस समय जो भी बात है आपको, ഏതെങ്കിലും കാര്യങ്ങൾ अगर शिव बाबा को മനസ്സിലാക്കുന്നുവെങ്കിൽ परमात्मा को फ्रेंड बन പരമാത്മാവിനോട് करके आप उससे बात करो, ഫ്രണ്ടായിരുന്നു आपकी दिल കൊണ്ട് खाली हो जाए. മനസ്സിന്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക. അപ്പൊ മനസ്സ് पिता സ്വസ്ഥമാകും, के रूप से वर्षा लो, ശാന്തമാകും. അച്ഛനായി ബാബയെ जन्म കാണുമ്പോൾ सिद्ध लो, സ്വത്തെടുക്കുക, फ्रेंड के ജന്മസിദ്ധ रूप से आप अपनी അധികാരം दिल हल्की कर सकते हो. ഫ്രണ്ടിന്റെ രൂപത്തിൽ ബാബയെ കാണുമ്പോൾ മനസ്സിനെ जो ശാന്തമാക്കും. भी संबंध आपको चाहिए, എന്തെല്ലാം लव കാര്യമുണ്ടോ അത് चाहिए, ബാബയോട് പറയുക. तो आप अपना कंपेनियन बनाओ, ബാബയെ തന്റെ कंपनी बनाओ. കമ്പാനിയൻ ആക്കുക. परमात्मा को ബാബയുടെ अपनी കമ്പനിയിൽ कंपनी भी ഇരിക്കുക. बना सकते हैं, कंपेनियन भी बना सकते हैं. ബാബയെ കമ്പാനിയൻ ആക്കാനും പറ്റും. इसका सिर्फ अनुभव करो थोड़ा. അതിനെ അനുഭവം ചെയ്യണം. उस संबंध से आप परमात्मा को ഇത് संबंध സംബന്ധമാണോ से याद ബാബയോട് करो, വെക്കുന്നത്? देखो आपको ആ उसकी സംബന്ധത്തിന്റെ प्राप्ति അനുഭവം होती है या ചെയ്യും, नहीं. ആ സംബന്ധത്തിൽ ഓർമ്മിക്കുക, അപ്പോഴേ അതിന്റെ क्योंकि പ്രാപ്തി स्वयं ഉണ്ടാകും. परमात्मा के सर्व संबंध कोई नहीं निभा सकता, അതായത് സർവ സംബന്ധം ബാബയോട് और വെക്കാൻ പറ്റും. अविनाशी संबंध कोई भी नहीं निभा सकता. तो इसीलिए परमात्मा से अपना संबंध तो निभाना पड़ेगा ना. പരമാത്മാവുമായിട്ട് തന്റെ सिर्फ സംബന്ധം നമ്മൾ मन का कनेक्शन लगाना है और कुछ भी नहीं ഇവിടെ करना है. വേറൊന്നുമല്ല, മനസ്സിന്റെ സംബന്ധമാണ് വെക്കേണ്ടത്. मन को परमात्मा से, മനസ്സിനെ परमात्मा में लगा. പരമാത്മാവായിട്ട് വെക്കുക. मन में परमात्मा की याद रखो. മനസ്സിൽ योग माना ही है പരമാത്മാവിന്റെ याद, मेडिटेशन माना योग याद, എന്ന് പറഞ്ഞാൽ और മെഡിറ്റേഷൻ याद എന്ന് करना പറഞ്ഞാൽ किसको ബാബയുടെ नहीं ഓർമ്മ. आता है. ഓർമ്മിക്കാൻ ആർക്കാ അറിയാത്തത്? सारे दिन में कोई ना कोई बात तो മുഴുവൻ याद होती ദിവസവും है, याद എന്തെല്ലാം के बिना तो കാര്യങ്ങൾ बुद्धि रहती ഓർമ്മിക്കും. नहीं है. ഓർമ്മയില്ലാതെ മനസ്സിരിക്കുകയില്ലല്ലോ. अभी सिर्फ चेंज ये करना ഇവിടെ है എന്താണ് മാറ്റം कि काम काज വരുത്തേണ്ടത്? करते हुए भी എല്ലാ കർമ്മം परमात्मा को याद ചെയ്തുകൊണ്ടും करके फिर काम करो. മനസ്സുകൊണ്ട് ബാബയെ ഓർമ്മിക്കും. तो उसमें क्या होगा, शक्तियां आपको जो അപ്പോൾ मिलेंगी ബാബയെ परमात्मा से, ഓർമ്മിക്കുമ്പോൾ आपका काम भी अच्छा होगा. നമ്മുടെ ശക്തി നിറയും, നമ്മുടെ ജോലി കാര്യങ്ങളൊക്കെ और സഹജമായി നടക്കും. परमात्मा का हम लोगों को तो अनुभव ये है, പരമാത്മാവുമായിട്ടുള്ളത് ആദ്യയുടെ तो അനുഭവം शिव बाबा പറയുന്നത് हमको कहता है ശിവബാബ പറയാറുണ്ട്, तुम कंबाइंड रूप में रहो. കമ്പൈൻഡ് मैं രൂപത്തിൽ आत्मा हूँ और परमात्मा हमारे से कंबाइंड. ഞാൻ ആത്മാ, സാത്തി है. പരമാത്മാവായ ബാബ എനിക്കൊപ്പം കമ്പൈൻഡ് ആണ്, अगर मैं കൂട്ടുകാരനാണ്. समझो कमजोर हूँ, ഞാൻ लेकिन ശക്തിഹീനനായിരിക്കും, मेरे साथ जो है എന്നാൽ वो എന്റെ शक्तिशाली കൂടെയുള്ള है. ബാബ तो ശക്തിശാലിയാണ്. मेरी कमजोरी को भी तो वो हेल्प देगा ना. അപ്പൊ എന്നിലെ ബലഹീനത ഉണ്ടെങ്കിലും ബാബ സഹായിക്കില്ലേ? कहते हैं परमात्मा हमारा जीवन का साथी है, പറയുന്നുണ്ട്, तो साथी ബാബ माना साथ എന്റെ रहने ജീവിത वाला. പങ്കാളിയാണ്. അപ്പൊ ജീവിത പങ്കാളിയാകുമ്പോ साथ കൂടെ निभाने वाला. നിൽക്കുന്നവനല്ലേ, चलो रहे नहीं निभाए तो सही. ആ ഒരു കൂട്ട് പരിപാലിക്കുന്നവനല്ലേ. तो परमात्मा हमारा साथ कंबाइंड है. അപ്പൊ ബാബ പരമാത്മ നമ്മുടെ കൂടെ इतना കമ്പൈൻഡ് ആണ്. नजदीक परमात्मा के हमको आना है. അത്രയും സമീപ സംബന്ധത്തിന്റെ അനുഭൂതി हर कदम में നമുക്കുണ്ടാവണം. परमात्मा मेरा साथी है, ഓരോ combined. ചുവടിലും ബാബയുടെ അനുഭവം ചെയ്യണം, കമ്പൈൻഡ് ആയിരിക്കണം. तो इतना गहरा संबंध അത്രയും ആഴമേറിയ हमारा സംബന്ധം किसके साथ है? ബാബയുടെ കൂടെ परमात्मा के साथ. നമ്മുടെ സംബന്ധം ഉണ്ടായിരിക്കണം. और हर संबंध का आप अनुभव कर सकते हो. ഓരോ സംബന്ധത്തിന്റെ ഹർ അനുഭവം സംബന്ധ നമുക്ക് കാ. ചെയ്യാൻ പറ്റും. लेकिन पहले मन लगेगा പക്ഷേ तभी. നമ്മുടെ മനസ്സ് ബാബയുമായി connect ആവണം. मेडिटेशन में जितना जितना आप अनुभव അപ്പൊ करते जाएंगे മെഡിറ്റേഷനിൽ गहरा, എത്രമാത്രം वैसे നമ്മൾ आपको അനുഭവം ये ചെയ്യുന്നു, सभी अनुभव हो सकते. അപ്പോഴാണ് ഈ സർവ്വ സംബന്ധങ്ങൾ അനുഭവം ഉണ്ടാവുക. क्योंकि वैसे ही नहीं कहते हैं നമ്മൾ हम വെറുതെ सबका പറയുന്നതല്ല. अनुभव है. ദാദി പറയാണ് तो നമ്മുടെ अगर हम लोगों അനുഭവമാണ്. को अनुभव हो सकता है तो നമുക്ക് आपको क्यों അനുഭവം नहीं हो सकता ഉണ്ടെങ്കിൽ है? आप തീർച്ചയായിട്ടും भी तो എല്ലാവർക്കും ഉണ്ട്. परमात्मा के अधिकारी കാരണം हो നിങ്ങൾ ना. എല്ലാവരും പരമാത്മാവിന്റെ അധികാരികൾ. हर एक का हक है. നിങ്ങൾ ഓരോരുത്തർക്കും അവകാശമുണ്ട്.
तो अपना हक क्यों नहीं लेंगे? അതുകൊണ്ട് ആ ഹക്ക്, അതായത് അവകാശം എടുത്തൂടെ? तो परमात्मा से അതുകൊണ്ട് പരമാത്മാവുമായി सर्व संबंधों का अनुभव करो സർവ और സംബന്ധങ്ങളുടെ सर्व അനുഭവം ചെയ്യും. शक्तियां, जो भी സർവ शक्ति चाहिए ശക്തികളും, आपको, ഏതെല്ലാം आज ശക്തികളാണോ बिजनेस വേണ്ടത്, है, कारोबार में है, ഇന്ന് നമ്മുടെ उसमें ബിസിനസ് निर्णय शक्ति നടക്കുന്നുണ്ട്, चाहिए? കാര്യങ്ങൾ നടക്കണേ നിർണയശക്തി വേണ്ടേ? सिर्फ हाँ ना का होता है। വെറുതെ ഹാ നാ अगर അതെ हाँ के അല്ല बजाय എന്ന് ना किया, ഒരുപക്ഷെ അതേ नुकसान। പറയേണ്ടടുത്ത് ഇല്ല हाँ के എന്ന് बजाय പറഞ്ഞാൽ അവിടെ നമുക്ക് हाँ നഷ്ടമുണ്ട്. ना के बजाय हाँ किया तो भी ഇല്ല नुकसान। എന്നതിന് लेकिन പകരം हाँ में അതേന്ന് हाँ പറഞ്ഞാലും आपकी निर्णय അവിടെ शक्ति इतनी നഷ്ടമുണ്ടാകും. क्लियर हो, അതുകൊണ്ട് നമ്മുടെ जो हाँ നിർണയശക്തി करना है അത്രയും उसमें हाँ ക്ലിയർ ही आवे, ആയിരിക്കണം. जो ना എവിടെ करना है അതേന്ന് उसमें ना പറയണം आवे, അവിടെ तो जीवन അതേന്ന് പറയാൻ में പറ്റണം. नुकसान हो ही नहीं सकता। ഇല്ല എന്ന് പറയേണ്ടടുത്ത് ഇല്ല എന്ന് പറയാൻ പറ്റണം. അപ്പൊ ഒരിക്കലും तो നഷ്ടങ്ങൾ निर्णय ഉണ്ടാവില്ല. शक्ति भी बहुत बढ़ती है, അപ്പൊ നമ്മുടെ നിർണയശക്തി വർദ്ധിക്കും. जिससे निर्णय शक्ति के कमी के कारण ही ये दुख अशांति के कारण बनते। നിർണയശക്തിയുടെ കുറവും ദുഃഖ അശാന്തിക്ക് सहन शक्ति है, കാരണമാകുന്നുണ്ട്. निर्णय शक्ति है, സഹനാശക്തിയുണ്ട്, നിർണയശക്തിയുണ്ട്. जो ഇതിന്റെ भी കുറവ് शक्तियां है, കാരണമാകും. जो शक्ति आपको चाहिए, सर्वशक्तिवान എന്തെല്ലാം परमात्मा, ശക്തികളാണോ നിങ്ങൾക്ക് जो വേണ്ടത്, शक्ति आपको जिस समय चाहिए, ഏത് സമയത്ത് उस ഏത് समय ശക്തിയാണോ നിങ്ങൾക്ക് सर्वशक्तिवान ആവേണ്ടത്, परमात्मा को याद करो, ആ वो शक्ति സമയത്ത് आप में आएगी। സർവശക്തിവാനായ ബാബയെ ഓർമ്മിക്കൂ. आपको अनुभव होगा, मानो നിങ്ങൾക്ക് അനുഭവം आप कोई ഉണ്ടാകും. दुश्मन को जिसे खिटखिट है उसको याद करते हो, आप में फौरन ही ഒരുപക്ഷെ ईर्ष्या നമുക്ക് ഏതെങ്കിലും या വ്യക്തികളോട് वैर की ശത്രുതയുണ്ട്, दृष्टि आती है അവരുടെ ना, उसी समय ഓർമ്മയാണ് നമ്മളിലേക്ക് വരുന്നതെങ്കിൽ और अच्छे അവരുമായിട്ടുള്ള फ्रेंड को നമ്മുടെ याद करते हो, ദുരാനുഭവങ്ങളാണ് उसी നമ്മൾക്ക് समय आपके मन में क्या होता है, प्रेम वाले को याद करने से बड़ा मजा आता है ना, उसको याद അതേ करने में സമയത്ത് ഞാൻ सुख मिलता है സ്നേഹിക്കുന്ന ना। വ്യക്തി ഓർമ്മിക്കുകയാണെങ്കിൽ अगर മനസ്സിന് വളരെ परमात्मा को हम याद സന്തോഷമല്ലേ? करेंगे അതുപോലെ तो वो सर्वशक्तिवान പരമാത്മാവിനെ है, तो നമ്മൾ उसके याद से ഓർമ്മിക്കുമ്പോൾ, क्या मिलेगा? സർവശക്തനായ ബാബയെ ഓർമ്മിക്കുമ്പോൾ സർവ്വശക്തി എന്താണ് നമുക്ക് മിലെങ്കി. ലഭിക്കുക? സർവശക്തികളും ലഭിക്കില്ലേ? तो ऐसा अनुभव करते रहेंगे, അതുകൊണ്ട് സദാ और यहाँ അത്തരത്തിലുള്ള आए അനുഭവം हैं ചെയ്യുക. तो बिना अनुभव नहीं जाना भाई, അതുകൊണ്ട് ബാബയുടെ അടുത്ത് വന്നു എങ്കിൽ अनुभव അനുഭവം जरूर ചെയ്യാതെ करके പോകരുത്. जाना, क्योंकि आए हैं बाबा के घर में, കാരണം നിങ്ങൾ तो വന്നിരിക്കുന്നത് अपना ബാബയുടെ जन्मसिद्ध വീട്ടിലാണ്. अधिकार तो लेके അപ്പോൾ जाएंगे या नहीं, छोड़ തീർച്ചയായിട്ടും के जाएंगे ജന്മസിദ്ധ हमारे लिए? അവകാശം എടുത്തിട്ടല്ലേ പോവാ, लेके അല്ലാതെ जाएंगे വെറും ना, हम കൈയോടെ खुश है। മടങ്ങില്ലല്ലോ. आप ऐसा नहीं भाई हमारा कोई कम हो जाएगा अधिकार, आप ले जाएंगे तो नहीं, जितना भी लेना हो आपको, ഇനി നിങ്ങൾ हम ബാബയിൽ खुशी से നിന്നും कहते हैं അവകാശം നേടുമ്പോൾ നമുക്ക് कि आप കുറയുന്നില്ല. अनुभव की झोली भर के നിങ്ങൾക്ക് जाना, खाली എത്രത്തോളം नहीं जाना। സാധിക്കുന്ന അത്രയും അനുഭവങ്ങളുടെ സഞ്ചി നിറച്ചു आए हो, പോവുക. इतना कमाल വന്നിരിക്കുന്നു तो आपकी എങ്കിൽ है, ऐसे वायुमंडल में आप पहुंच गए हो, बड़े അത്തരത്തിലുള്ള लाडले हो, അന്തരീക്ഷത്തിൽ सिकी നിങ്ങൾ लदे हो, എത്തിയിരിക്കുന്നത് തന്നെ നിങ്ങളുടെ സൗഭാഗ്യമാണ്. तो अपना हक बाबा അതുകൊണ്ട് से തന്നെ ये ബാബയിൽ सर्व നിന്നും നിങ്ങളുടെ शक्तियों का അവകാശം, सर्व संबंध का സർവശക്തികളുടെ अधिकार जो है, സർവസംബന്ധത്തിന്റെ അധികാരം ये ഏതാണോ अपना जन्म सिद्ध ആ अधिकार ജന്മ जरूर അവകാശത്തെ बाबा से लेके ही जाए। ബാബയിൽ നിന്നും നേടി बाकी തന്നെ हम लोग പോകണം. आपके सहयोगी है, നമ്മളെല്ലാവരും, कोई भी बात ആദ്യം ऐसी പറയണം, हो നമ്മളെല്ലാവരും तो कुछ സഹയോഗികൾ एक दो മാത്രം. का सहयोग से क्लियर कर सकते हो, നമ്മുടെ സഹയോഗത്തിലൂടെ लेके നമ്മൾ जरूर ക്ലിയർ जाना। ചെയ്ത് തരുന്നു എന്ന് മാത്രം. ठीक है ना? अच्छा, ओम शांति। അതുകൊണ്ട് എല്ലാവരും ബാബയുടെ ഓർമ്മയില്, ബാബയുടെ സർവസംബന്ധത്തില്, ബാബയിൽ നിന്ന് സർവശക്തികളെ പ്രാപ്തമാക്കി നമ്മുടെ ജീവിതത്തെ ശ്രേഷ്ഠമാക്കി മാറ്റണം. ഓം ശാന്തി. ഇതുവരെ നമ്മൾ ദാദിയുടെ ക്ലാസ് കേട്ടു. നോക്കൂ, ദാദിമാരുടെ അനുഭവത്തിന്റെ ആധാരത്തിൽ എത്ര ആഴമേറിയ രീതിയിലാണ് ബാബയുടെ ഓർമ്മ എന്നതിനെ കുറിച്ച് ദാദി നമുക്ക് മനസ്സിലാക്കി തന്നു. അവരുടെ അനുഭവങ്ങളുടെ ആധാരത്തിൽ അല്ലെ. അപ്പൊ ബാബയെ ഓർമ്മിക്കുക എന്ന് പറഞ്ഞാല് നമ്മളിലെ ഏറ്റവും വലിയ തെറ്റെവിടെ സംഭവിക്കുന്നതെന്ന് ദാദി ചൂണ്ടിക്കാണിച്ചത്, ബാബയെ നമ്മൾ ഓർമ്മിക്കാറുണ്ട് അല്ലെ, ഓർമ്മിക്കാറില്ലേ? നമ്മളെല്ലാരും ബാബയെ ഓർമ്മിക്കുന്നു, പക്ഷെ ബാബ നിരന്തരം എന്നെ ഓർമ്മിക്കുമെന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ തോൽക്കാറുണ്ട്. അപ്പൊ അതിന്റെ കാരണം ഇന്ന് ദാദി എന്താ പറഞ്ഞത്? നമ്മൾ സ്വന്തം അച്ഛനെ വിളിച്ചാലേ സ്വന്തം അച്ഛൻ വിളി കേൾക്കും.
മറ്റൊരാൾ എൻ്റെ അച്ഛനെ വിളിക്കുകയാണെങ്കിൽ ആ അച്ഛൻ വിളി കേൾക്കണം എന്നില്ല. അപ്പൊ ദാദി വളരെ വ്യക്തമാക്കി പറഞ്ഞു തന്നിരിക്കുകയാണ്, ദേഹബോധത്തിൽ ഇരുന്ന് ഞാൻ അച്ഛാന്ന് വിളിച്ചാല് ബാബ വിളി കേൾക്കില്ല. അതുപോലെ ആത്മബോധത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ ബാബ വിളി കേൾക്കുക മാത്രല്ല, ബാബയിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമ്മളിൽ വന്നു ചേരും. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ദാദിയുടെ ക്ലാസ്സിലൂടെ ബാബയുടെ ഓർമ്മ എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പഴയവരാണ്, പുതിയവരും ഉണ്ട്. എന്നിരുന്നാലും ഓർമ്മ എന്നത് ക്ലിയർ ആയിട്ടുണ്ടാകും. എവിടെ പ്രാപ്തി ഉണ്ടോ അവിടെ ഓർമ്മയുണ്ട്, അല്ലെ? എവിടെ സംബന്ധമുണ്ടോ അവിടെ ഓർമ്മയുണ്ട്, എവിടെ സ്നേഹമുണ്ടോ അവിടെ ഓർമ്മയുണ്ട്. അപ്പൊ വ്യത്യാസം എന്താണ്? വിനാശിയാണോ അവിനാശിയാണോ വേണ്ടതെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അപ്പൊ വിനാശിയാണെങ്കിൽ അത് വ്യക്തി വസ്തു സാധനങ്ങളിലൂടെ കിട്ടും. അവിനാശിയാണ് വേണ്ടതെങ്കിൽ നമുക്ക് കിട്ടുന്നത് ആരിൽ നിന്നാണ്? അവിനാശിയായ നമ്മുടെ ബാബയിലൂടെ, അതായത് നമ്മുടെ അച്ഛനിൽ നിന്നും മാത്രം, അല്ലേ? അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ദാദിമാരുടെ ക്ലാസ്സുകളും മഹാരഥിയുടെ ക്ലാസ്സുകളും നമുക്ക് എല്ലാവർക്കും കേൾക്കാം. അതുപോലെ തന്നെ ഇന്നത്തെ ബാബയുടെ മുരളി എല്ലാവരും കേട്ടിട്ടുണ്ടാകും. നാളെ അതിൻ്റെ ക്വിസ് ഉണ്ടാകും. പിന്നീട് 5 സ്വരൂപ് 5 സ്വരൂപത്തെ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞിരുന്നു. 8 പ്രാവശ്യം കുറഞ്ഞതെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റണം. അത് അവരവരുടെ പുരുഷാർത്ഥമാണ്. അപ്പം അത് പ്രാക്ടീസ് ചെയ്യുക. ബാക്കി നമ്മൾ സിസ്റ്റേഴ്സ് എല്ലാവരും നാളെ ബട്ടിയിലേക്ക് വേണ്ടി പോവാണ്. മീനാക്ഷി സിസ്റ്റർ അത് പറഞ്ഞിട്ടുണ്ടാകും. അപ്പം അതുകൊണ്ട് തന്നെ 7-ാം തീയതി മുതലുള്ള മുരളി നിങ്ങൾക്ക് കിട്ടും. യൂട്യൂബിലാണ് ഉണ്ടാവുക, സൂം ഉണ്ടാവില്ല 10-ാം തീയതി വരെ. അതുകൊണ്ട് എല്ലാവരും അവരവരുടെ പുരുഷാർത്ഥം ചെയ്യുക, പുരുഷാർത്ഥത്തിൽ ശ്രദ്ധ കൊടുക്കുക, മുരളിയിൽ ശ്രദ്ധ കൊടുക്കുക. എല്ലാവരും മുരളിക്ക് എഴുതുന്നുണ്ട്, എന്നിരുന്നാലും കുറേ പേര് മറന്നു നിൽക്കുന്നുമുണ്ട്. അവരോട് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുന്നു. ഇപ്പം ഇതിൽ തന്നെ എല്ലാവരും കയറിയിട്ടില്ല. അപ്പൊ ചിന്തിച്ചു നോക്കിയ ബാബയുടെ ഈ ഒരു സമയത്ത് പുരുഷാർത്ഥത്തിന് വേണ്ടി നമ്മൾ എല്ലാവരും കൂട്ടായ്മ വളരെ ആവശ്യമാണ്. അപ്പൊ അതിൽ പോലും എത്തിപ്പെടാൻ പറ്റാത്തവരുണ്ട്. അപ്പൊ എല്ലാവർക്കും ശുഭം ആഗ്രഹിക്കുന്നു. എല്ലാവരും അവരവരുടെ പുരുഷാർത്ഥം ചെയ്ത് നല്ല രീതിയിൽ ദാദിമാർ ഏതുപോലെ നമുക്ക് പ്രേരണ നൽകി അതുപോലെ നമുക്ക് എല്ലാവർക്കും ബാബയിലേക്ക് എത്തിപ്പെടാനും ബാബ ആഗ്രഹിക്കുന്നത് പോലുള്ള ഒരു കുട്ടിയായി ഞാൻ മാറാനും നമ്മൾ ഓരോരുത്തരും സങ്കല്പം വെച്ച് പുരുഷാർത്ഥം ചെയ്യും. 1 മിനിറ്റ് ബാബയ്ക്ക് താങ്ക്സ്, ദാദിക്ക് താങ്ക്സ് പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. तुम्हारे साथ का अनुभव बड़ा निराला है, तुम्हारे साथ का अनुभव